ക്രിസ്ത്യൻ എസൻസ് എന്ന യൂട്യൂബ് ചാനലിന് ഒരു പർപ്പസ് ഉണ്ട്. തീർച്ചയായിട്ടും വ്യക്തമായ ധാരണകളോടെയും ലക്ഷ്യബോധത്തോടും കൂടി തന്നെ തുടങ്ങിയിരിക്കുന്ന ഒരു ചാനലാണ് ദ ക്രിസ്ത്യൻ എസൻസ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി? ഞാൻ ഇതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ നിരന്തരമായി വീഡിയോ ഇടുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ തുടക്കത്തിൽ ഒരു വീഡിയോയിൽ ഞാനിത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം, ഈ ചാനലിലൂടെ എന്താണ് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായ ഒരു വീഡിയോ ഓൾറെഡി ഈ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൻ്റെ പിന്നിലെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായുള്ള സംഭാഷണം, ആ സംഭാഷണത്തിൽ കടന്നു വന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നൊരു ചിന്തയിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. നിങ്ങൾക്കറിയാം, ക്രിസ്ത്യൻ എസൻസിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ തീർച്ചയായിട്ടും മെയിൻ സ്ട്രീമിൽ, അല്ലെങ്കിൽ നമ്മൾ പൊതുവേ ക്രിസ്തീയ ഗോളത്തിൽ, അത് കൺവെൻഷൻ വേദികളിലാകട്ടെ, സഭായോഗങ്ങളിലാകട്ടെ, ബൈബിൾ ക്ലാസ്സുകളിലാകട്ടെ, നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകളാണ് ക്രിസ്ത്യൻ എസൻസിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും എന്നോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വ്യത്യസ്തമായി നമ്മൾ ചിന്തിക്കുകയും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് സമൂഹത്തിന് മുമ്പിലേക്ക് വെക്കുകയും ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മേഖലയിൽ ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമായി ചേർന്നു പോകുന്ന തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് ക്രിസ്ത്യൻ സമൂഹം പൊതുവെ അംഗീകരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമായി ചേർന്നു പോകുന്ന കാര്യങ്ങളാണ് ഒരു ക്രിസ്ത്യാനി തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ബൈബിളിൻ്റെ പഠനങ്ങൾ എന്ന രീതിയിൽ കേൾക്കുന്നത് പലപ്പോഴും ഈ പ്രസംഗിക്കുന്ന ആളുടെ മനോവ്യാപാരത്തിനൊത്തവണ്ണമുള്ള വ്യാഖ്യാനങ്ങളാണ്. ഈ വ്യാഖ്യാനത്തിന് ആധികാരികത കിട്ടുവാൻ വേണ്ടി ഇവർ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീര എന്ന പോലെ ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പൊതുവേ ഇത്തരത്തിൽ നമ്മൾ ബൈബിളിൽ നിന്നൊരു കാര്യം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉപദേശപരമായ ഒരു കാര്യം സംസാരിക്കുമ്പോൾ, ദൈവാത്മാവ് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അതിനൊരു ആധികാരികത ലഭിക്കും. ഇത് സംതിങ് വിച്ച് ഈസ് കമ്മിങ് ഫ്രം ഹെവൻ, ഓർ ഇറ്റ് ഈസ് സംതിങ് ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്, സംതിങ് ഡിവൈൻ എന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്കുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ദൈവാത്മാവ് പറയുന്നതാണ്, പരിശുദ്ധാത്മാവ് പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാതുകളിലേക്ക് എത്തുന്ന പല കാര്യങ്ങളും നമ്മൾ ദൈവവചനത്തിലുള്ളതാണ് എന്നും, അല്ലെങ്കിൽ ഇതാണ് ബൈബിൾ വായിക്കാത്ത ഒരു വ്യക്തിക്ക് ഈ വ്യാഖ്യാനങ്ങളാണ് അവരുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ വ്യാഖ്യാനങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയെ, അതിൻ്റെ ഉപദേശ സത്യങ്ങളെ മറച്ചു വയ്ക്കുകയോ, അല്ലെങ്കിൽ നമ്മളുടെ ആ യഥാർത്ഥമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന്, മനസ്സിലാകലിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുകയോ, ഇനി അഥവാ നമ്മൾ ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ വായിച്ചിട്ടുള്ള സത്യങ്ങളെ നമ്മൾ മറന്നു പോവുകയാണ് ഈ വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോൾ. പലപ്പോഴും ക്രിസ്തീയ ഗോളത്തിൽ ഏറ്റവും കൂടുതൽ ഈ സംശയങ്ങൾ ഉണ്ടാക്കുന്നത്, കോൺട്രഡിക്ഷൻസ് ഉണ്ടാക്കുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്നതെല്ലാം വിവിധ രീതിയിലുള്ള ബൈബിൾ വ്യാഖ്യാനങ്ങളാണ്. നമുക്കൊരിക്കലും ഒരു വചനത്തെ സിറ്റീസ് എടുക്കാൻ കഴിയത്തില്ല. പലപ്പോഴും നമ്മളതിന് വ്യാഖ്യാനങ്ങൾ കണ്ടെത്തും. വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ ഞാൻ വചനത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും വിഭിന്നമായിരിക്കും മറ്റൊരാൾ സംസാരിക്കുന്നത്. കാരണം ഇത് ഓരോ ആളുകളും അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നും, അവരുടെ അറിവിൽ നിന്നും, അവർ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ആ പശ്ചാത്തലത്തിൽ നിന്നും ഒക്കെ ആയിരിക്കും ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആകപ്പാടെ കൂടിക്കൊഴഞ്ഞു കിടക്കുന്ന
വളരെ കൺഫ്യൂസ്ഡും കയോസുമായി കിടക്കുന്ന ഒരു മേഖല തന്നെയാണ് ക്രിസ്തീയ ഉപദേശങ്ങൾ എന്ന് പറയുന്നത്. അത് ക്രിസ്തുവിൻ്റെ കുഴപ്പമല്ല, വേദപുസ്തകത്തിൻ്റെ കുഴപ്പമല്ല, മറിച്ച് വ്യാഖ്യാതാക്കളുടെ കുഴപ്പമാണ്. അപ്പോൾ ഈ വ്യാഖ്യാനങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ എന്താണ് പുതിയ നിയമ എഴുത്തുകാർ ഉദ്ദേശിച്ചിരിക്കുന്നത്, അവരെന്ത് സന്ദേശമാണ് ലോകത്തിന് കൊടുക്കുവാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ യേശുക്രിസ്തു ഭൂമിയിൽ വന്നുകൊണ്ട് എന്തിനെയാണ് സ്ഥാപിക്കുവാൻ, അറിയിക്കുവാൻ ആഗ്രഹിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിന്ന് പോകുവാൻ കഴിയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തു, ഇതിത്ര സീരിയസ് ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇതൊരു വിശ്വാസമല്ലേ, ഒരു വിശ്വാസമല്ലേ, ഇത് ഇത്ര വലിയ സീരിയസ് ആക്കി എടുക്കേണ്ട കാര്യമുണ്ടോ, ജീവിച്ചാൽ പോരെ. എനിക്കതിന് മറുപടി പറയാനുള്ളത്, ജീവിതമേ വിശ്വാസമായി മാറുമ്പോൾ, ജീവിതമേ സഭയുമായി ബന്ധപ്പെട്ടതായി മാറുമ്പോൾ, ജീവിതമേ സത്യവേദ പുസ്തകവുമായി ബന്ധപ്പെട്ട് മാറുമ്പോൾ ഇതെങ്ങനെ സീരിയസ് അല്ലാതിരിക്കും, ഗൗരവതരമല്ലാതിരിക്കും? വളരെ ഗൗരവമായ വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി എന്താണ് ഈ ജീവിതം എന്നുള്ള ഡെഫിനിഷൻ നമ്മൾ തേടിപ്പോവുകയാണെങ്കിൽ, ജീവിതത്തിനൊരു നിർവചനം തേടിപ്പോവുകയാണെങ്കിൽ, എത്ര അലഞ്ഞു നടന്നാലും ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയായിട്ട് ഇത് നിലകൊള്ളും. ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തീയത മുന്നോട്ട് വെക്കുന്ന ആധ്യാത്മികത തന്നെയാണ്, അതിന് സംശയമില്ല. അത് പർപ്പസ്ഫുൾ ആണ്, അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്തു തീർക്കുവാനുണ്ട്. അങ്ങനെ വളരെ എന്താണ് പറയുക, ഒരുപാട് ടാസ്കുകളുള്ള, വളരെ വൈബ്രൻ്റായ, നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റാത്ത രീതിയിൽ വർക്കുകളുള്ള, എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ജീവിതമാണ് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ആത്മീകതയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയും, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഗൗരവകരമായി തന്നെ എടുക്കേണ്ട വിഷയമാണ്. വെറുതെ വിശ്വാസമല്ലേ, എല്ലാം വിശ്വാസമല്ലേ, അങ്ങനെയല്ല, എല്ലാം വിശ്വാസമാണ്. പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തെ, ചിന്തകളെ സ്വാധീനിക്കുവാൻ ശക്തിയുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും, ഇതിനെയൊക്കെ നിർവചിക്കുവാൻ കഴിവുള്ളതാണ് നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നു, എങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളതിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതിനെ അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ആ സുഹൃത്ത് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, താങ്കൾ വളരെ വ്യത്യസ്തമായിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മളിതുവരെ, അല്ലെങ്കിൽ പൊതുവേ കേൾക്കാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ കൂടുതലായി ഇത്തരത്തിലുള്ള ഒരു പഠനം, ബൈബിളിൽ പഠനം നടത്തി ഒരുപാട് പേര് ഒടുവിൽ ഈ സത്യമാർഗം വിട്ട് പിന്തിരിഞ്ഞു പോയവരുണ്ട്. ബ്രദറിന് അത് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, റൈറ്റ് ട്രാക്കിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ശരിക്കും സന്തോഷം തോന്നി. നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം അത് പറയുന്നത് എന്നെനിക്ക് മനസ്സിലായി. അത്രത്തോളം സ്നേഹമുള്ളതുകൊണ്ട്, ആ ബ്രദർലി സ്നേഹമുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ ആത്മാർത്ഥമായി അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നത്. പക്ഷേ ആ ഒരു ചോദ്യം, അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ എന്നിലൊരു വലിയ ഒരു തിരിച്ചറിവ് കൊണ്ടുവന്നു. തിരിച്ചറിവെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ എന്ത് ഭാഗത്തിൽ നിന്ന്, ഏത് പ്രചോദനത്തിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് അതിയായ മോഹം എനിക്കുണ്ടായി. കാരണം ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ. അത്രമേൽ അനിവാര്യമായ ഒരു തുറന്നു പറച്ചിലാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എന്തിനീ ചാനൽ, എന്തിനിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു, എന്തിനിങ്ങനെ സമയം കളയുന്നു, എത്ര ചോദ്യങ്ങളാണ്, കമൻറ്റുകളാണ് എൻ്റെ വീഡിയോയുടെ താഴെ വരുന്നതെന്നറിയാമോ? ഒരുപാട് കമൻറ്റുകൾ വരികയാണ്. നിങ്ങൾക്ക് വേറെ പണിയില്ലേ, വേറെ ജോലിയൊന്നുമില്ലേ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, കമൻറ്റ്. എനിക്ക് ജോലിയുണ്ട്, ഞാനൊരു അധ്യാപകനാണ്, ഞാൻ ഇവിടെ അടുത്തൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, അതാണ് എൻ്റെ ജോലി. അപ്പം ഞാൻ തീർച്ചയായിട്ടും ജോലി ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നിരവധി കാര്യങ്ങൾ എൻഗേജ്ഡ് ആണ്. ഇതിലെല്ലാം ഇടയിലാണ് ഇതിൽ സമയം കണ്ടെത്തി വീഡിയോ ചെയ്യുവാൻ
ഞാൻ എഫേർട്ട് ഇടുന്നത്. അപ്പോൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിനിടയിൽ എന്തിനാണ് ഇങ്ങനെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്? അപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരിക്കലും സമയം പോകുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനഫിറ്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വേറെ ഒരു ജോലി ഇല്ലാത്തത് കൊണ്ട് ഇതിരുന്ന് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ ഒന്നും അല്ലിത്. മറിച്ച് ഇതിന് വ്യക്തമായ ലക്ഷ്യബോധമുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു വലിയ ജീവിത കഥയുണ്ട്. നിങ്ങൾ ഇതിൻ്റെ തംബ്നെയിലിൽ ശ്രദ്ധിച്ചു കാണും, ഞാനും ഒരു നിരീശ്വരവാദിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദറിനോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ഇതിൻ്റെ എക്സ്ട്രീമിൽ പോയി അതിൻ്റെ ആ ഒരു ആഴത്തെ കണ്ടിട്ട് തിരിച്ചു വന്നവനാണ് ഞാൻ. അതായത് ദൈവമില്ല, ബൈബിള് മുഴുവനും തെറ്റാണ്, മണ്ടത്തരങ്ങളുടെ ഘോഷയാത്രയാണ്, ക്രിസ്തു എന്ന് പറയുന്ന ഒരാളെ ജീവിച്ചിരുന്നില്ല, അയാൾ ക്രൂശിൽ മരിച്ചിട്ടില്ല, ഇനി ഒരാൾ ക്രൂശിൽ മരിച്ചാൽ ഉടനെ നമ്മുടെ പാപമെല്ലാം അങ്ങ് മാറുമോ, ഇതൊക്കെ വെറും മണ്ടൻ കഥകൾ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞ് നിരീശ്വരവാദത്തിൻ്റെ പടിക്കൽ ചെന്ന് കയറണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പത്തിൽ നിന്ന് നട്ടം തിരിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. എനിക്കിത് തുറന്നു പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഈ തുറന്നു പറച്ചിലിൽ നിന്നാണ് എനിക്കിനി മുന്നോട്ട് പോകുവാനുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ തുറന്നു കിട്ടുന്നത്. ഞാൻ ഇത് പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ എന്തിനിത് ചെയ്യുന്നുവെന്നും എനിക്ക് എന്താശയമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളതെന്നും എനിക്ക് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. അപ്പം ഞാൻ ശരിക്കും ആ സുഹൃത്തിന് നന്ദി പറയുകയാണ്. കാരണം എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആശയങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഷഫിൾഡാണ്, അത് ഓർഡർ അല്ല. എനിക്കിത് നിങ്ങളിലേക്ക് വളരെ അടുക്കും ചിട്ടയോടും കൂടെ തരണം എന്നൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹം പക്ഷേ എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കണം, ഞാൻ ഹോംവർക്ക് ചെയ്യും ശരിക്കും. ഇതെങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാം, ഏറ്റവും സിമ്പിളായി നിങ്ങളിലേക്ക് എത്തിക്കാം, ഏറ്റവും ലളിതമായി കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റും, പറഞ്ഞു തരാൻ പറ്റും എന്നൊക്കെ ഞാനിരുന്ന് ചിന്തിച്ച് ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം എന്നെ വല്ലാണ്ട് സ്പർശിച്ചു. എല്ലാവരുടെയും ചിന്തയാണത്. ഇത് ഒന്നാമതായി ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് വചന പഠനമല്ല, ഒരു പഠന പരമ്പരയോ പഠനമോ അല്ലെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലം എടുത്തു പറയുന്നു, ഇതിൻ്റെ ചരിത്രം എടുത്തു പറയുന്നു, അതൊന്നുമല്ല ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ BTH എടുത്ത ഒരു വ്യക്തിയാണ്. അതൊരു വലിയ കാര്യമല്ല, കാരണം അതൊരു ബേസിക് ആയിട്ട് ബൈബിളിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ശരിക്കും നമ്മൾ BTHൽ പഠിക്കുന്നത്. അത് ഒരു വലിയ ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലോ ഒന്നും അല്ല ഞാൻ പഠിച്ചത്. എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ പഠിച്ചതാണ്. BTHൽ നിന്ന് എനിക്ക് കാര്യമായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല. കുറച്ച് ഇൻഫർമേഷൻ കിട്ടി, അത്രേ ഉള്ളൂ. കുറച്ച് അറിവുകൾ കിട്ടി, അതുകൊണ്ട് കാര്യമില്ല. ഇതിനെ തിരിച്ചറിയണമെങ്കിൽ എന്താണ് ബൈബിളെന്നും ആ ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ആത്മീയത എന്താണെന്നും ക്രിസ്തു എന്താണെന്നും ദൈവം എന്താണെന്നും ഒക്കെ തിരിച്ചറിയണമെങ്കിൽ BTH പഠനമോ MTH പഠനമോ, ഇനി ഇതിൽ ഡോക്ടറേറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ പോലും ഇത് മനസ്സിലാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ബൈബിൾ പഠിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് പുതുതായിട്ട് എന്തെങ്കിലും കണ്ടെത്തണമെന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യത്യസ്തനാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടൊന്നും സംസാരിക്കുന്നതല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ പഠിച്ച അനുഭവിച്ചറിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാനപ്പം അവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ഇപ്പോൾ ഈ പെന്തക്കോസ്ത് ഗോളത്തിൽ ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുള്ളൊരു കാര്യം, അതായത് പുതിയ തലമുറ കൂടുതലായിട്ടും പെന്തക്കോസ്ത് വിശ്വാസം വിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്നു. ഇനി കുറഞ്ഞ പക്ഷം അങ്ങനെ പുറത്തേക്ക് പോകാത്തവർ പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും വന്നിരുന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ അരുൺ എന്ന് പറയുന്ന ഹോളി മെസ് എന്ന ചാനൽ, അരുൺ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പിന്തുടരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ വിശ്വാസഗോളത്തിലുണ്ട്. ഇനി നമ്മുടെ വിശ്വാസത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഈ പെന്തക്കോസ്ത് വിഭാഗത്തിൽ തന്നെയുള്ള ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെയുള്ള കുട്ടികളോട് നിങ്ങൾ ചോദിക്കൂ, അവർക്ക് 1000 ചോദ്യങ്ങളുണ്ട് ബൈബിളിൽ നിന്ന്. ദൈവത്തെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച്, പഴയ നിയമത്തെക്കുറിച്ച്, പുതിയ നിയമത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവർ ഞായറാഴ്ച വരുന്നതും കർത്താവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് കൈയടിക്കുന്നതും പാട്ടുപാടുന്നതും എല്ലാം. പക്ഷെ നമ്മൾ ഒരിക്കലും അവരെ അങ്ങനെ അറിയുവാനോ അവരോട് ഇത് ചോദിച്ച് മനസ്സിലാക്കുവാനോ ഇനി അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ സംശയങ്ങൾ ഒന്ന് ദൂരീകരിക്കുവാനോ ഒന്നും നമ്മൾ
ശ്രമിക്കാറില്ല. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും സഭയിൽ നിന്ന് കാണുന്നില്ല. സഭകൾ ഓട്ടത്തിലാണ്. അതിനകത്ത് അധികാരത്തിൻ്റെ വടംവലികളുണ്ട്. എങ്ങനെ വലിയവനാകാമെന്നുള്ള ചിന്തയുണ്ട്. ഇനി പ്രസംഗിച്ച് 10 പേരുടെ കയ്യടി മേടിക്കാമെന്നുള്ള ചിന്തയുണ്ട്. ഇങ്ങനെ പലതരത്തിൽ ഈ ദൈവദാസന്മാർ എന്ന് പറയുന്നവർ ഓടി നടക്കുകയാണ്. അതിനിടയ്ക്ക് ഈ പറയുന്ന ചെറുപ്പക്കാരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ ആർക്കാ സമയം? അല്ലെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കോൺഫ്ലിക്റ്റുകൾ. ഇവര് ചെറുപ്പം മുതലേ ദൈവമാണ് സകലതും സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചത്, ജീവജാലങ്ങളെ സൃഷ്ടിച്ചത് എന്നൊക്കെ പഠിച്ചിട്ട്, ബൈബിളിൽ നിന്ന് പഠിച്ചിട്ട് ഒരു 7ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ തിയറി ഓഫ് എവല്യൂഷൻ പഠിക്കുകയാണ്. അതിനകത്ത് പറയുന്നത് എവല്യൂട്ട് ചെയ്തു വന്നു. പ്രപഞ്ചത്തിന് 1370 കോടി വർഷം പഴക്കമുണ്ട്. പക്ഷേ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം ഇതിനെയെല്ലാം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. അവിടെ തൊട്ടിങ്ങോട്ട് തുടങ്ങുകയാണ് സംശയങ്ങളുടെ ഘോഷയാത്ര. പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ എണ്ണമറ്റ വ്യാഖ്യാനങ്ങൾ. എന്തെല്ലാം വ്യാഖ്യാനങ്ങളാണ് ബൈബിളിനകത്തുനിന്ന് അവിടുന്ന് ഇവിടുന്നും ഒക്കെ. പഴയ നിയമം എടുത്ത് സംസാരിച്ച് എന്തൊക്കെ പറഞ്ഞ് കുളവാക്കാവോ അത്രത്തോളം കുളവാക്കി വെച്ചിരിക്കും. അപ്പം ഞാനിതിങ്ങനെ ശക്തമായി തുറന്നു പറയുന്നതിൻ്റെ കാരണം ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെ കടന്നു വന്ന ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ പറയുന്നത്. അപ്പോൾ ഞാൻ ആ കഥ ഞാൻ അങ്ങ് പറയാം. എൻ്റെ കഥയല്ല, എൻ്റെ ജീവിതം. എന്താണ് ഞാൻ ഈ വന്നു നിൽക്കുന്ന നിങ്ങളോട് ഈ സംസാരിക്കുന്ന ഈ ഒരു സമയം വരെയുള്ള എൻ്റെ ആത്മീക ജീവിതത്തെക്കുറിച്ച് നിങ്ങളോടൊന്ന് പങ്കുവെക്കാനാണ് ഇന്ന് ശരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരു സാധാരണ ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരു സാധാരണ കുടുംബം. സാമ്പത്തികമായോ കുടുംബ മഹിമ പ്രകാരമോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ക്ലെയിം ചെയ്യുവാനില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിൽ ഒരു സാധാരണക്കാരനായ അച്ഛൻ്റെയും അമ്മയുടെയും മകനായി ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. ഏകദേശം ഒരു 12 വയസ്സൊക്കെ ആയപ്പോൾ ആ ഒരു സമയത്താണ് എൻ്റെ അമ്മയ്ക്ക് യൂട്രസുമായി ബന്ധപ്പെട്ട് ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതും അത് അതിൻ്റെ ഒരു ക്ലൈമാക്സ് സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പൻഡിസൈറ്റിസ് ഉണ്ടായിരുന്നു. അങ്ങനെ രോഗത്തിൻ്റെതായിട്ടുള്ള ചില വിഷമഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ഈ ഹിന്ദു ഫാമിലിയിലാണ് ജനിച്ചതെങ്കിലും ഞാൻ അങ്ങനെ ഒരു ആർഡൻ്റ് റിലീജിയസ് ആയിട്ടുള്ളൊരു പേഴ്സണലായിരുന്നില്ല. എനിക്കങ്ങനെ അമ്പലത്തിൽ പോകണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ചെറുപ്പം മുതലേ വായിക്കുമായിരുന്നു. വളരെ കുഞ്ഞിലേ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് മുതലൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ഒക്കെ ഇങ്ങനെ വായിക്കുമായിരുന്നു. അതുകൊണ്ട് എപ്പോഴോ ഒരു സമയത്ത് ഈ പറഞ്ഞതുപോലെ വേദങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ളൊരു അവസരം ഉണ്ടായി. ഇങ്ങനെ വേദങ്ങളൊക്കെ പഠിച്ചു. വേദങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ വായിക്കാനുള്ള അവസരങ്ങളുണ്ടായി. അതിനെ വ്യാഖ്യാനിച്ചൊക്കെ തരാൻ വേണ്ടി ഞങ്ങൾക്ക് പണ്ടൊരു ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിലല്ല, അല്ലാതെ അവർ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. ഒരു സേവനം പോലെ ചെയ്യുക. നമ്മളിപ്പോൾ ഈ ബൈബിളൊക്കെ പഠിപ്പിക്കുന്നത് പോലെ ഒരു വേദം ഇങ്ങനെ പഠിപ്പിക്കുക. നല്ല രസമായിരുന്നു കേട്ടിരിക്കാൻ. അപ്പം ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അന്നും ഈ 12ാമത്തെ വയസ്സിലും എനിക്ക് സംശയങ്ങളേറെ ഉണ്ടായിരുന്നു. അതിലൊരു സംശയം എന്ന് പറയുന്നത് പൊതുവേ നമ്മളിങ്ങനെ കേട്ടിട്ടുള്ളത് ദൈവം എല്ലാവരുടെയും ദൈവമാണ്, എല്ലാവരും ഒരുപോലെ സൃഷ്ടിച്ചിരിക്കുകയാണെന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ അമ്പലത്തിൽ ഇങ്ങനെ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു പ്രാവശ്യം, അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ്. ഇങ്ങനെ നിന്നപ്പോൾ പൂജാരി വരികയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വിളിച്ചു പറയാം, മാറി നിൽക്ക്, പൂജാരി വരുന്നു, അദ്ദേഹത്തെ സ്പർശിക്കരുതെന്ന്. എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ അതെന്താ അങ്ങനെ? കാരണം നമ്മളിവിടെ ദൈവത്തെ തൊഴാൻ വേണ്ടി വന്നിരിക്കുക. ഇദ്ദേഹം പൂജ ചെയ്യുന്ന ആൾ, ഇദ്ദേഹം നമ്മുടെ ദേഹത്ത് തൊട്ടാൽ എന്ത് സംഭവിക്കും? ആ വിഗ്രഹത്തിന് എന്ത് സംഭവിക്കും? ആ ദൈവത്തിന് എന്ത് സംഭവിക്കും? ദൈവത്തിനും വിഗ്രഹത്തിനും ഒന്നും സംഭവിക്കുന്നില്ല യഥാർത്ഥത്തിൽ. അതും വ്യാഖ്യാനം തന്നെ. ആൾക്കാർ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്ന ആൾ. പക്ഷേ എനിക്ക് അന്ന് മുതൽ അതൊരു വല്ലാത്തൊരു മുറിവ് പോലെ ഇങ്ങനെ കിടന്നു. എനിക്ക് പിന്നെ അമ്പലത്തിലേക്ക് പോകാൻ തോന്നാത്ത രീതിയിലേക്ക് അത് വളരാനിടയായി. പിന്നെ ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഈ ഒക്കേഷണലായിട്ട്, അതായത് ഈ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ, അതും എൻ്റെ ഇഷ്ടത്തിനൊന്നുമല്ല,
ഇങ്ങനെ അതൊരു റൂട്ടീനാണല്ലോ, ഹിന്ദുക്കളുടെ റൂട്ടീനാണ്. ജന്മദിനം വരുമ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അവരത് ചെയ്യട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തിക്താനുഭവം എനിക്കിങ്ങനെ ലഭിച്ചതുകൊണ്ട് പിന്നീട് അമ്പലത്തിലേക്ക് പോകുന്നതൊക്കെ അങ്ങ് ഏകദേശം പൂർണ്ണമായി തന്നെ ഒഴിവാക്കി എന്ന് പറയാം. ആ സമയത്താണ് ഈ പറഞ്ഞതുപോലെ അമ്മയുടെ രോഗം. അങ്ങനെ ഇരിക്കെ ഈ രോഗത്തിൻ്റെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഫാമിലിക്ക് അത്ര ഒരു സ്ട്രഗിളിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കുന്നത്. ആ സമയത്തേക്ക് ഞാനൊരു 6ാം ക്ലാസ്സിലേക്കൊക്കെ ആയി. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കുകയാണ്. ഞങ്ങൾ ഈ സുവിശേഷം ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പം സ്വർഗീയ വിരുന്നെന്ന് പറയുന്ന, നമ്മൾ ഇന്നത്തെ തങ്കു ബ്രദറിൻ്റെ സ്വർഗീയ വിരുന്നെന്ന് പറയുന്ന സഭ, ആ സഭയിലൂടെയാണ് സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഞങ്ങൾ അറിയുകയും അതിലേക്ക് ആകർഷ്ടരാകുകയും ചെയ്യുന്നത്. അവരുടെ ഒരു ഉദയം എന്ന് പറയുന്നത് 90കളിലാണ് സ്വർഗീയ വിരുന്ന് ഉദയം ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് 2000ങ്ങളായിരുന്നു. 2000 ഏകദേശം ഒരു 2002 മുതൽ 2010 വരെ സ്വർഗീയ വിരുന്നിൻ്റെ പീക്ക് ടൈമാണ്. ആ സമയത്ത് കേരളത്തിൽ എത്ര ഈ ഇൻഡിപെൻഡൻറ്റ് സഭകളില്ല. പെന്തക്കോസ്ത് സഭകൾ നിരവധിയുണ്ട്. IPC ഉണ്ട്, അതുപോലെ തന്നെ ചർച്ച് ഓഫ് ഗോഡ് ഉണ്ട്, AG ഉണ്ട്. AG ഒക്കെ ഞങ്ങൾക്ക് അതിന് മുമ്പേ അറിയാം. പെന്തക്കോസ്തുകാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുമുണ്ട്. പെന്തക്കോസ്തുകാരോട് പൊതുവേ സാധാരണ രീതിയിൽ ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന ആളുകൾക്കും ഉണ്ടാകുന്ന അമർഷമുണ്ട്, അവരോടൊരു ഇഷ്ടമില്ലായ്മയൊക്കെ അങ്ങനെ നിൽക്കെ തന്നെയാണ് സ്വർഗീയ വിരുന്നിലൂടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ട് പ്രാർത്ഥനയ്ക്ക് ആദ്യമായിട്ട് പോകുന്നത്. ഇത് ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. കാരണം അത്രയും നാളും നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു വിശ്വാസധാരയെ മാറ്റി നിർത്തിയിട്ട് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം, യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുവാൻ വേണ്ടി തിരിയുകയാണ്. കൂടുതലായി ഇതിനെക്കുറിച്ച് പറയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തപ്പോൾ വളരെ ജെനുവിനായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് എന്ന് മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ ഒരു വലിയ അത്ഭുതം കണ്ടിട്ടോ, വലിയ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ അടയാളങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു സഡൻ ചേഞ്ചോ ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല സത്യത്തിൽ വിശ്വാസത്തിലേക്ക് വരുന്നത്. പലരും വിശ്വാസത്തിലേക്ക് വരുവാൻ പല കാരണങ്ങളാണുള്ളത്. ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു അത്ഭുതങ്ങളോ അടയാളങ്ങളോ കണ്ട് വിശ്വാസത്തിൽ വന്നതല്ല. പക്ഷെ ആ വിശ്വാസത്തിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ, ആ വെക്കുന്ന സമയത്ത് സ്വർഗീയ വിരുന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഉദയം ചെയ്ത് അതിൻ്റെ ആ ഒരു പീക്ക് ലെവലിലേക്ക് എത്തുകയാണ്. ഇന്ന് കാണുന്നത് പോലെയല്ല സ്വർഗീയ വിരുന്ന്. നിങ്ങളുടെ ചിന്തയിലുള്ള സ്വർഗീയ വിരുന്നേ അല്ല സ്വർഗീയ വിരുന്ന്. അവിടെ ഈ പറയുന്നത് പോലെ ആത്മപ്രേരിതമായ വചനധ്യാനങ്ങൾ ഉണ്ടായിരുന്നു. വളരെ ഹൃദയത്തെ തണുപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വളരെ വലിയൊരു പ്രത്യാശ നൽകുന്ന വചനങ്ങൾ അവിടെ നമുക്ക് ലഭിക്കും. അന്ന് വരെ കേൾക്കാത്ത, അന്ന് വരെ അറിയാത്ത, അന്ന് വരെ മനസ്സിലാക്കാത്ത ഒരു ദൈവിക സാന്നിധ്യത്തെ, ദൈവിക ബോധ്യത്തെ അവർ ഞങ്ങളിലേക്ക് തന്നു. ഞങ്ങൾക്കത് വല്ലാണ്ട് അത് ഹൃദയത്തെയും ജീവിതത്തെയും ഒക്കെ സ്പർശിക്കുവാൻ തുടങ്ങി. ഒരു വ്യക്തിപരമായ ബന്ധം ദൈവവുമായിട്ട് നമുക്ക് സ്ഥാപിക്കുവാൻ കഴിയുമെന്നൊക്കെ മനസ്സിലാക്കിയത് സ്വർഗീയ വിരുന്നിൽ നിന്നാണ്. അത് തുറന്നു പറയുന്നതിന് എനിക്ക് യാതൊരു നാണക്കേടോ മടിയോ ഇല്ല. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇന്ന് കാണുന്നത് പോലെയേ അല്ലായിരുന്നു അന്ന്. തീർച്ചയായിട്ടും അത് നയിക്കപ്പെട്ടിരുന്നത് പരിശുദ്ധാത്മാവിനാലാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം അതുപോലെയായിരുന്നു ആളുകളിലേക്ക് ഇത് റീച്ച് ചെയ്തത്. പെന്തക്കോസ്തുകാരിൽ നിന്ന് വ്യത്യസ്തമായി സ്വർഗീയ വിരുന്നിൽ ഒരുപാട് ലിബറൽ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് തന്നെ പറയാം. ഒരുപാട് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കപ്പെടുന്നു, ആളുകൾ ഇതിലേക്ക് ആകർഷരാക്കപ്പെടുന്നു. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ക്രിസ്തുവിനെ അറിഞ്ഞു, സ്നാനപ്പെട്ടു, ബൈബിൾ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നു, സഭാ യോഗങ്ങളിൽ അറ്റൻഡ് ചെയ്യുന്നു, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വളരെ സന്തോഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. എന്നാൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് വിമർശിക്കുവാൻ വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു ടേമുണ്ട്, ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ലെങ്കിൽ സമൃദ്ധിയുടെ സുവിശേഷം. അത്തരമൊരു സുവിശേഷത്തിലേക്ക് സ്വർഗീയ വിരുന്ന് പതിയെ വഴുതി വീഴുകയാണ്. ഈ സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നത് തെറ്റാണോ?
യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നവരാണെന്ന് പറയുന്നത് തെറ്റാണോ? നിങ്ങളുടെ ജീവിതത്തിലുള്ള ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റി തരുമെന്ന് പറയുന്നത് തെറ്റാണ്. ഇതൊക്കെ ബൈബിളിലുള്ളത് തന്നെയാണ്. ബൈബിളിലുള്ള വചനങ്ങൾ ഇതെല്ലാം. കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും വലിയ പ്രോസ്പെരിറ്റി തിയോളജി. കാരണം എന്നെ പ്രതി എന്തുപേക്ഷിച്ചാലും അത് 100 മടങ്ങായി തരും. ഇതാണ് കർത്താവ് സുവിശേഷങ്ങളിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ യേശുവാണ് പ്രോസ്പെരിറ്റി തിയോളജിയുടെ ആദ്യമായി ഇതിനെ കൊണ്ടുവന്ന ആൾ. അതുകൊണ്ട് അത് തെറ്റല്ല. പക്ഷേ എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത കയറി, നമ്മുടെ എന്താവശ്യങ്ങളുണ്ടെങ്കിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാൽ മതി. ഇങ്ങനെയായിരുന്നു അവിടുത്തെ പഠനം. രോഗം വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാൽ അത് സംഭവിക്കും, ഉടനെ സൗഖ്യം ഉണ്ടാവും. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാൽ അത് സംഭവിക്കും. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു വിടുതൽ വേണം നമുക്ക്, അതിപ്പോൾ എന്തും ആയിക്കൊള്ളട്ടെ, ആ വിടുതലിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാൽ അതവിടെ സംഭവിക്കും. ഇങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ബോധം വളരുവാൻ തുടങ്ങി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാൽ മതി, സംഭവിക്കും. ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഉണ്ടെന്നാണ് പൊതുവെയുള്ള സാക്ഷ്യം. പക്ഷേ സ്വന്തം ജീവിതത്തിലേക്ക് ഇതിനെ ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കിയപ്പോൾ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ ഇതുപോലെ സമ്പത്തിനെയും അതുപോലെ തന്നെ രോഗസൗഖ്യത്തെയൊക്കെ വിളിച്ചു വരുത്താൻ കഴിയുമോ എന്ന് പറഞ്ഞ് കുറച്ചേറെ ഈ പറയുന്നത് പോലെ ഈ സോക്കോൾഡ് പ്രോസ്പെരിറ്റി ഗോസ്പൽ പറയുന്ന ആളുകളുടെ വീഡിയോകൾ നമ്മളൊന്ന് റിയാക്ട് ചെയ്തിരുന്നു. ആ റിയാക്ഷനിൽ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് എതിർക്കപ്പെടണം എന്നുള്ള കാര്യം ഞാൻ അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബേസ് സ്റ്റഡി എന്ന് പറയുന്നത് ബൈബിളിനെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ചൊക്കെ ഉള്ള നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്ത ഇതാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ മതി രോഗി സൗഖ്യമാകും, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ മതി നമുക്ക് സമ്പത്തുണ്ടാകും, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ മതി ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. യഥാർത്ഥത്തിൽ എത്ര പേരുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സെൻസസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് വേണം നോക്കാം. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, പ്രോസ്പെരിറ്റി ഗോസ്പൽ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ദൈവദാസന്മാർ എന്ന് പറയുന്നവർ, ഇതിൻ്റെ ലീഡേഴ്സ് ഉണ്ടല്ലോ, അവരെല്ലാവരും യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ ഇനി മുമ്പോട്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് ആളുകളെ നമുക്കറിയാമല്ലോ, അവരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. പക്ഷേ താഴെ നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കിതിൻ്റെ ഉപയോഗം ഉണ്ടാകുന്നുണ്ടോ, ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ടോ? അതല്ലേ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സാധാരണക്കാരായിട്ട് തന്നെ തുടരുന്നു, പണമില്ലാത്തവർ പണമില്ലാത്തവരായിട്ട് തന്നെ തുടരുന്നു, അല്ലെങ്കിൽ രോഗികളായിട്ട് തന്നെ തുടരുന്നു, സൗഖ്യം കിട്ടുന്നു എന്ന് അവർ സാക്ഷ്യം പറയുന്നു. പക്ഷേ അതേ സൗഖ്യം തന്നെ വന്ന് മരിച്ച ഒരുപാട് പേരെ എനിക്കറിയാം. ക്യാൻസർ മാറി എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ വ്യക്തികൾ ക്യാൻസർ തന്നെ വന്ന്, അതിൻ്റെ ഒത്തിരി താമസമൊന്നുമില്ല, വളരെ അടുത്ത് തന്നെ ആ ക്യാൻസർ വന്ന് മരിച്ച വ്യക്തി ജീവിതങ്ങളെ എനിക്കറിയാം. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞിട്ട് കടക്കാരെ പേടിച്ച് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്നെ ഇത് ചിന്തിപ്പിക്കുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ഹിന്ദു വിശ്വാസത്തിലായിരുന്നു. അവിടെ നിന്ന് ക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ടുകൊണ്ട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ടുകൊണ്ട്, ക്രിസ്തു ലോകരക്ഷകനാണ്, അവൻ നമ്മുടെ പാപങ്ങളെ പോക്കുവാൻ വേണ്ടി വന്നവനാണ്, അവൻ കുരിശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ വിശ്വാസത്തിൽ വന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ള പഠനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് എന്നെ കൊണ്ടുപോയി. ഇപ്പം എന്നെ എന്ന് പറയുമ്പോൾ ഞാനും അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് കുടുംബം. അപ്പോൾ ഞങ്ങൾ 3 പേരും വിശ്വാസത്തിലാണ്. ഞങ്ങൾ 3 പേരും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വീട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഇതിനകത്ത് ഒരുപാട് അന്തരം കാണുന്നു. ഇവർ പറയുന്ന രീതിയിലുള്ള ഒരു പ്രോസ്പെരിറ്റി ഇത് ഏറ്റെടുക്കുന്ന ജനങ്ങളിൽ കാണുന്നില്ല, അല്ലെ നമ്മുടെ തന്നെ ജീവിതത്തിൽ കാണുന്നില്ല. നമ്മളിത് അവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം പോരാ, അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വിശ്വാസം ഇത്രയും പോരാ. അപ്പം ഇതെന്തോ ഒരു വലിയ സംഭവം നമ്മളിലുണ്ടെങ്കിലേ ഇത് നമുക്ക് ലഭിക്കൂ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കയറി.
അപ്പം അവിടം തൊട്ടേ നമ്മുടെ ഹൃദയം ഇടിയുവാൻ തുടങ്ങി. കാരണം അതിൻ്റെ കാര്യം ഇതാണ്, ക്രിസ്തുവിനെ നമ്മൾ ഈ കിട്ടുന്ന പഠനമാണല്ലോ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത്. കർത്താവിനെ വിളിക്കുന്നത്, കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടണം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഈ കർത്താവിനെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചില ചെറിയ സംശയങ്ങൾ ഉള്ളിലേക്ക് കയറുവാൻ തുടങ്ങി. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണോ? ഈ പറയുന്ന പോലത്തെ അനുഗ്രഹങ്ങൾ, ബൈബിളിൽ ഇഷ്ടംപോലെ അനുഗ്രഹങ്ങളാണല്ലോ, ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വചനങ്ങൾ. പക്ഷെ ഇത് ഈ പറയുന്ന രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നില്ലല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്ത ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായി. ഒരു 2012-13 കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളായിരുന്ന ആ സഭയിൽ നിന്ന് ചില പ്രത്യേക കാരണങ്ങൾ, ലീഡേഴ്സൊക്കെ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങൾ, എല്ലാ പ്രസ്ഥാനങ്ങളും ഉണ്ടല്ലോ, ബന്ധപ്പെട്ട് അവിടെ നിന്ന് മാറേണ്ടതായിട്ട് വരുന്നു. തുടർന്ന് വീണ്ടും ഒരു ഇൻഡിപെൻഡൻറ്റ് സഭയിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ഈ പ്രോസ്പെരിറ്റീസ് ഗോസ്പൽ എന്ന് പറയുന്ന ആ ഒരു ടേം വല്ലാണ്ട് പ്രചരിപ്പിക്കപ്പെട്ടതുകൊണ്ടും ഇതെന്തോ വലിയ തെറ്റാണ് എന്നുള്ള ഒരു ബോധ്യം ആളുകളിലേക്ക് എത്തുകയും പിന്നെ ഇതൊരു വേറൊരു തലത്തിലേക്ക് പോവുകയാണ്. സ്വർഗീയ വിരുന്നിൻ്റെ ഒരു തരംഗം കഴിഞ്ഞ് പിന്നെ ഇവിടെ അതേ മോഡലിൽ കുറേ സഭകൾ, ഇൻഡിപെൻഡൻറ്റ് സഭകൾ ഇങ്ങനെ പൊട്ടിമുളയ്ക്കുവാൻ തുടങ്ങി. ഒരു ഹോള് പോലും വെറുതെ വിടാതെ ചുമ്മാ കിടക്കാത്ത രീതിയിൽ എല്ലാ ഹോളിലും ഇതുപോലെ സ്വർഗീയ വിരുന്നിൻ്റെ തരംഗം അല്ലെങ്കിൽ ആ ഒരു മോഡലിൽ ഒരുപാട് സഭകൾ ഊണുപോലെ മുളച്ചു പൊന്തി. ഇൻഡിപെൻഡൻറ്റ് സഭകൾ അവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നത് ഈ അനുഗ്രഹത്തിൻ്റെ സുവിശേഷം, അനുഗ്രഹം മാത്രം. ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞാൽ കടബാധിത മാറും. ഇതിൻ്റെ ടാഗ് തന്നെ അങ്ങനെയാണ്. കടം മാറണോ, രോഗം മാറണോ, ദുഃഖം മാറണോ, നിങ്ങളുടെ ജീവിതത്തിൽ വിശാലത വരണോ, ബിസിനസ് കൂടുതലായിട്ട് ഫ്ലറിഷ് ചെയ്യണോ, ഒറ്റ സൊല്യൂഷൻ യേശു ക്രിസ്തു. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഈ പരസ്യം കൊടുത്തുകൊണ്ട്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ നിങ്ങളിത് മനസ്സിലാക്കിയിട്ടുള്ളതൊക്കെ ആയിരിക്കും. അപ്പം ഇങ്ങനെ ഇത്തരം ടാഗുകളിലൂടെ ഒരു വിൽപ്പന ചരക്കായി ക്രിസ്തു മാറുകയാണ്. ഒരു വിൽപ്പന ചരക്കായി വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പം വിൽക്കാൻ വെച്ചിരിക്കുന്ന ആ സാധനത്തിന് നമ്മൾ ടാഗ് കൊടുക്കുമല്ലോ, ഇത് ഇങ്ങനെയാണ്, നല്ലതാണ്, അങ്ങനെയാണ്, നിങ്ങളിത് എടുത്താൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും എന്നൊക്കെ പറയുന്നത് പോലെ ക്രിസ്തുവിനൊരു ടാഗ് കൊടുക്കാൻ തുടങ്ങി. ആ ടാഗിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആളുകൾ ഇത് കണ്ട് കയറുകയാണ്. അപ്പോൾ കടബാധിതമുള്ളവർ ഓടി വന്ന് ഈ ഹോളിലേക്ക് കയറുന്നു, രോഗമുള്ളവർ ഓടി വന്ന് ഈ ഹോളിലേക്ക് കയറുന്നു. അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് പ്രശസ്തനായി നിൽക്കുന്ന ഒരു പ്രോഫറ്റാണ്. അപ്പം അദ്ദേഹം ആ സമയത്ത് ഇങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ, കയറി വരുന്നതേ ഉള്ളൂ. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്, ഏറ്റവും കുറഞ്ഞ ഒരു 15 വർഷമെങ്കിലും ആയി കാണും. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഞങ്ങളുടെ ആ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ നടു വയ്യാതെ ബെൽറ്റ് ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. ഇദ്ദേഹം പ്രാർത്ഥിച്ച്, ഭയങ്കര ആത്മാഭിഷേകമൊക്കെ കാണിച്ച് പ്രാർത്ഥിച്ച് ബെൽറ്റ് അങ്ങൂരി. ബെൽറ്റ് ഊരി കുറച്ചു നേരം അപ്പച്ചൻ കുറെ ഇങ്ങനെ ചാടുകയും തുള്ളുകയൊക്കെ ചെയ്തു. ഇദ്ദേഹം പോയി കഴിഞ്ഞ് വർഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ നടക്കാൻ വയ്യ, ഈ അപ്പച്ചന്. അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ പിന്നെ ഈ ഊരിക്കളഞ്ഞ ബെൽറ്റ് തപ്പി നടന്ന് ബെൽറ്റൊക്കെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ട് പറയാനാണെങ്കിൽ, ഇങ്ങനത്തെ പൊള്ളയായ അനുഭവങ്ങൾ. അപ്പം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ സംശയങ്ങൾ ഉണ്ടാക്കിയ. ഇതെന്താ അങ്ങനെ? ഈ ദേവദാസൻ വന്ന് പ്രാർത്ഥിച്ചു, ബെൽറ്റൊക്കെ ഊരി, എന്നിട്ട് വീണ്ടും അപ്പച്ചന് വീണ്ടും ബെൽറ്റ് ഇട്ടു. മറ്റൊരു അനുഭവം എന്ന് പറയുന്നത്, ഇതുപോലെ സഭയിൽ സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ വന്നു. ഒരു പെൺകുട്ടിയാ. ചുറ്റിനും കൂടി നിന്ന് ഹല്ലേലൂയായും സ്തോത്രവും അന്യഭാഷയും ഒക്കെ പറഞ്ഞ് ശക്തമായി പ്രാർത്ഥിക്കുകയാണ് ഈ കുട്ടിക്ക് വേണ്ടി. ഇപ്പം സംസാരിക്കും, നമ്മളിങ്ങനെ നോക്കി നിൽക്കുക. കാരണം അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ സുവിശേഷങ്ങളൊക്കെ നമ്മൾ പറയുന്നത് എഫദാ, തുറന്നു വരിക എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ഇങ്ങനെ പറയുമ്പോൾ ഊമയായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി സംസാരിക്കുവാൻ തുടങ്ങുന്നു. അവൻ ഊമരെയും കുരുടരെയും മുടന്തരെയും ഒക്കെ സൗഖ്യമാക്കി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഇതിങ്ങനെ വായിച്ച് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം ഇപ്പം ദൈവദാസൻ പ്രാർത്ഥിക്കും, പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു, ഉടനെ സൗഖ്യം നടക്കുമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കി നിൽക്കുക. ചുറ്റിനും കൂടി നിന്ന് ഹല്ലേലൂയയും സ്തോത്രവും ഒക്കെ പറഞ്ഞിട്ടും ഒന്നും നടന്നില്ല. ആ കുട്ടി
ഊമയായിട്ട് തന്നെ തിരിച്ചുപോയി. ഭൂതബാധിതയായിട്ട് വന്ന കുട്ടി പ്രാർത്ഥനയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. കടബാധിതയായിട്ട് വരുന്നവര് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ചില തിക്താനുഭവങ്ങളുണ്ട് കേട്ടോ, എല്ലാം ഒന്നും അങ്ങനെ തുറന്നു പറയാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ സംഭവിക്കും. ഇതൊന്നും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അന്യഭാഷ പറഞ്ഞ് വെട്ടി പ്രാർത്ഥിക്കുന്നു, പോരാടി പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാകുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മുടെ ഹൃദയം വല്ലാണ്ട് തകരാൻ തുടങ്ങി. ബൈബിളിൽ പറയുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ, കർത്താവ് തന്നെ എന്താ പറയുന്നത്? നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് മാറി കടലിലേക്ക് പോയി പതിക്കാൻ പറഞ്ഞാൽ വേരോടെ പിഴുത്, ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആവേശമാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഉള്ളിൽ കടുകുമണിയോളം വിശ്വാസമായി നമ്മളിങ്ങനെ പറഞ്ഞാൽ ഉടനെ ഇത് സംഭവിക്കും. ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ താങ്കളുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ്. ഒരുപാട് ആളുകൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചോട്ടെ. എനിക്ക് എൻ്റെ അനുഭവമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇതിനിടയ്ക്ക് ഒരു 1000കണക്കിനടുത്തുള്ള പാസ്റ്റേഴ്സിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. 1000കണക്കിന്. ഈ ഒരു സമയത്തിൽ ഒരുപാട് സഭകളിൽ പോകുവാനും അവിടുത്തെ ആളുകളുമായി ഇടപഴകുവാനും ഒക്കെ ഒത്തിരി ബന്ധങ്ങൾ, ഒരുപാട് ബന്ധങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന നല്ല ബന്ധങ്ങളുണ്ട്. ആശയപരമായിട്ട് 2 ധ്രുവത്തിൽ നിൽക്കുമ്പോഴും അവരുമായിട്ട് സ്നേഹബന്ധത്തിന് യാതൊരു കുറവുമില്ല എന്നും പോകുന്നവരുണ്ട്. അന്ന് നേടിയെടുത്ത ബന്ധങ്ങളാണ്. പക്ഷെ ഇവിടെ എല്ലാം പോകുമ്പോൾ കോമൺ ആയിട്ട് കാണുന്ന കാര്യം ഇതാ. ബൈബിളിൽ പറയുന്ന രീതിയിൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന രീതിയിൽ, യേശു പ്രവർത്തിച്ച രീതിയിൽ, ആ രീതിയിലുള്ള സൗഖ്യങ്ങളോ കാര്യങ്ങളോ വിടുതലുകളോ ഒന്നും ഈ പറയുന്ന രീതിയിൽ ആളുകൾക്ക് സംഭവിക്കുന്നില്ല. അതല്ലേ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇതൊക്കെ എന്തിനാണ്? ബൈബിൾ എന്തിനാണ്? ക്രിസ്തു എന്തിനാണ്? ദൈവം എന്തിനാണ്? മനുഷ്യന് വേണ്ടിയാ ഇത് മുഴുവൻ. അവൻ്റെ വെൽഫെയറിന് വേണ്ടിയാണ്, അവൻ്റെ ജീവിതം മെച്ചപ്പെടുവാൻ വേണ്ടിയാണ്. അവൻ ഇന്ന് പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു ദുരിതപൂർണമായ ജീവിത സങ്കല്പത്തിൽ നിന്ന്, ജീവിത സാഹചര്യത്തിൽ നിന്ന് അവനെ കരകയറ്റി അവൻ്റെ ജീവിതം കൂടുതൽ മനോഹരമാക്കി തീർക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു, ബൈബിൾ, ദൈവം. ഇതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ പർപ്പസ്. പക്ഷെ അത് നടക്കാതെ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഉള്ളിൽ സംശയമേ ഉണ്ടാകത്തുള്ളൂ. ബൈബിളിലൊന്ന് പറയുന്നു, ഇവരൊന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒന്ന് സംഭവിക്കുന്നു. നമുക്ക് വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ കൺഫ്യൂഷനുകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരീശ്വരവാദി ജനിക്കുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഒരു നിരീശ്വരവാദി ഉണ്ടാകുന്നു? അടിസ്ഥാന പ്രമാണം ഒന്ന് പറയുമ്പോൾ അതിൽ നിന്നും വിഭിന്നമായി മറ്റൊന്ന് സംഭവിക്കുകയാണ്. ഉറപ്പായിട്ടും വിശ്വാസം നഷ്ടപ്പെടാൻ ഇതുപോലെ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് സഭയിൽ ഇതുപോലെ വർഷിപ്പ് തുടങ്ങി. വളരെ സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ ഈ പ്രോസ്പെരിറ്റി തിയോളജിയുടെ തിക്താനുഭവമൊക്കെ അനുഭവിച്ചിട്ട് തിരിച്ചു വന്നതുകൊണ്ട് അദ്ദേഹം ഇതിന് നേരെ ഓപ്പോസിറ്റ് പ്രസംഗിക്കാൻ തുടങ്ങി. അതായത് പ്രോസ്പെരിറ്റി അല്ല, കഷ്ടതയാണ് കർത്താവ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു എക്സ്ട്രീമിൽ നിന്ന് അങ്ങേയറ്റത്തെ എക്സ്ട്രീമിലേക്ക് പോവുകയാണ്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കണം, തല കളയണം, അല്ലെങ്കിൽ മരിക്കുവാൻ തയ്യാറാകണം. ഇങ്ങനെ കഷ്ടത, മരണം, ദുഃഖം, ദുരിതം, രോഗം, ഇതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി. പിന്നെ ഈ പ്രസംഗം പതുക്കെ ന്യായപ്രമാണത്തിലേക്ക് കയറി പോകുന്ന പോക്കെ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു വന്നത് ഈ പ്രോസ്പെരിറ്റി തിയോളജിയെ കുറിച്ചായിരുന്നു. ഹൈപ്പർ ഗ്രേസ് എന്ന് പറഞ്ഞൊരു ഇടയ്ക്കൊരു സംഭവം ഉണ്ടായിരുന്നു. സജിത്ത് കണ്ണൂർ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹം കൃപയുടെ സുവിശേഷം എന്ന് പറയുന്ന. അപ്പോൾ ഇതെല്ലാം ഫെയിലായിക്കൊണ്ടിരിക്കുക. ഈ പറയുന്ന പ്രോസ്പെരിറ്റി ഫെയിലാകുന്നു. ഇതൊക്കെ ഒരു ഗിമ്മിക്ക്. ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷയിലാണല്ലോ ഈ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ പറയുന്നത്, ഇപ്പോൾ എനിക്കിപ്പോൾ കമൻറ്റ് വരും, അറിയാത്ത കാര്യം പറയരുത്, നിങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങളിതെല്ലാം അനുഭവിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് ഇത് മനുഷ്യരിലേക്ക് എത്തണ്ടേ? മനുഷ്യർക്ക് എന്താ ഇതുണ്ടാകാത്തേ? നിങ്ങൾ പറയുന്ന രീതിയിലുള്ള പ്രോസ്പെരിറ്റിയാണ് ഇവിടെ ഉള്ളവർ. ദാരിദ്ര്യമേ ഉണ്ടാകരുത്, എല്ലാവരും ഏറ്റവും കുറഞ്ഞൊരു മിഡിൽ ക്ലാസ് എങ്കിലും ആകണം, രോഗം ഉണ്ടാകുകയേ ചെയ്യരുത്, ആശുപത്രിയൊക്കെ പൂട്ടിപ്പോണം, അല്ലെ കുറഞ്ഞ പക്ഷം വിശ്വാസികളെങ്കിലും ആ പരിസരത്തോട്ട് പോകാതിരിക്കണം.
പക്ഷെ അങ്ങനെ കാണുന്നില്ല, അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. അവിടെ ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യും. ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി, ഹൃദയത്തിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. എങ്കിലും ഇതിലൊരു സത്യം ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് അതിലിങ്ങനെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുകയാണ്. സംശയങ്ങൾ നിരവധി, ചോദ്യങ്ങൾ നിരവധി. പക്ഷെ ഇതിനൊന്നും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഉത്തരങ്ങൾ തരുവാൻ ആർക്കും കഴിയുന്നില്ല. നമ്മളിതെല്ലാം ചോദിക്കുന്നുണ്ട് നമ്മുടെ പാസ്റ്റേഴ്സിനോട്, നമ്മുടെ കൂട്ടുകാരോട്, ചർച്ചിലുള്ളവരോട്, അല്ലെങ്കിൽ കൂടുതലായി ബൈബിളിനെ കുറിച്ച് അറിയാവുന്നവരെന്ന് നമ്മൾ ചിന്തിക്കുന്ന ആളുകളോടൊക്കെ പോയി ചോദിക്കുന്നുണ്ട്. പാസ്റ്റർ ഇതെന്താ ഇങ്ങനെ, ബ്രദർ ഇതെന്താ ഇങ്ങനെ ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു ലോജിക്കലായിട്ടുള്ള മറുപടിയോ പോട്ടെ, ബൈബിളിൽ നിന്ന് തന്നെ, ആ വചനത്തിൽ നിന്ന് തന്നെയുള്ളൊരു മറുപടിയോ ഒന്നും കൃത്യമായി നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന രീതിയിലുള്ള ഉത്തരങ്ങളൊന്നും കിട്ടുന്നില്ല. എങ്കിലും ആ ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഇൻഡിപെൻഡൻറ്റ് സഭയിൽ നിന്നും നമുക്ക് മാറേണ്ടതായിട്ട് വരികയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന താമസ സ്ഥലം മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ ദൂരെ കൂടുതൽ, അതൊരു പ്രധാന കാരണമായിരുന്നു. നമുക്ക് എപ്പോഴും ഓടിച്ചെല്ലാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ വന്നപ്പോൾ അവിടെ നിന്ന് മാറിയതാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉപദേശം ഇതായിരുന്നു, കഷ്ടതയായിരുന്നു. കഷ്ടത തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊരു തമാശയാണ്, അദ്ദേഹം സഭയിലേക്ക് വരുമ്പോൾ ഞായറാഴ്ചകളിലെ ആദ്യത്തെ ചോദ്യമാണ്, ഇന്ന് ഈ ആഴ്ചയിൽ എത്ര പേർ പാപം ചെയ്തു? പാപം ചെയ്തവർ കൈപൊക്കുക. അങ്ങനെ ഒരു സെൻസസ് ഒക്കെ എടുക്കുമായിരുന്നു ആ പാസ്റ്റർ. ഇതൊന്നും ബൈബിളുമായിട്ട് ചേർന്ന് പോകാത്തതാണെന്ന് ചിന്തിക്കുവാൻ തുടങ്ങി. അവിടെ നിന്ന് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ ഉണ്ടാകുന്നത്. കൊറോണ കാലഘട്ടമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ വഴുതി വീഴലിൻ്റെ ഒരു കാലഘട്ടം. നമ്മൾ സഭയുമായോ അല്ലെങ്കിൽ സഭാരാധനയുമായോ ബന്ധപ്പെടാതെ നീണ്ട 1.5 വർഷക്കാലം വീട്ടിനുള്ളിൽ തന്നെ തളച്ചിട്ടിരിക്കുകയാണ്. ഒരുപാട് ഫ്രീ ടൈം കിട്ടുവാൻ തുടങ്ങി. മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല, ജോലിയില്ല, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ ആകപ്പാടുള്ള ആശ്രയം എന്ന് പറയുന്നത് മൊബൈലാണ്. പിന്നെ നമ്മൾ ബൈബിളിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട്, ക്രിസ്തീയ വിശ്വാസം നിൽക്കുന്നതുകൊണ്ട് ബൈബിൾ കൂടുതലായിട്ട് വായിക്കുവാനൊക്കെയുള്ള ഒരു സമയമുണ്ട്. പക്ഷേ ഇതിനകത്തൊരു വലിയ രസം എന്നു പറഞ്ഞാൽ വ്യാഖ്യാനങ്ങളാണ് നമ്മളെ നയിക്കുന്നത് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അതിനകത്തൊരു സംശയമില്ല. ബൈബിളല്ല, പാസ്റ്റേഴ്സിൻ്റെ, ഉപദേശിമാരുടെ വ്യാഖ്യാനങ്ങളാണ് നമ്മുടെ തലയ്ക്കകത്തുള്ളത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു, വ്യാഖ്യാനങ്ങൾ. അപ്പോൾ ഈ വ്യാഖ്യാനങ്ങളിൽ പ്രശ്നമുണ്ട് എന്ന് തോന്നിത്തുടങ്ങിയപ്പോഴാണ് ഞാൻ എന്നാൽ ശരിക്കൊന്ന് ബൈബിൾ വായിച്ചേക്കാം എന്നൊരു രീതിയിലേക്ക് വരുന്നത്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ മൈൻഡ് കണ്ടീഷൻഡ് ആവും, കോംപ്രമൈസ്ഡ് ആവും. നമ്മൾ ഈ വ്യാഖ്യാനം വെച്ചുകൊണ്ട് ബൈബിൾ വായിക്കുകയാണ്. അപ്പോൾ അത് ബയസ്ഡ് ആണ്. ആ ബയസ്ഡ് റീഡിങ്ങിലാണ് നമ്മൾ ബൈബിളിനെ മനസ്സിലാക്കുന്നത്. ഈ കൊറോണ സമയത്ത് കുറച്ചേറെ പുസ്തകങ്ങൾ കയ്യിലേക്ക് വന്നു. കൃഷ്ണനും ക്രിസ്തുവും ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഇടമറുകിൻ്റെ ഒരു പുസ്തകം, അതുപോലെ തന്നെ ഇസ്രായേൽ ഗോത്രായണം എന്ന് പറയുന്ന ഒരു പുസ്തകം, എന്തോ ഒരു തമ്പി എന്ന് പറയുന്ന ഒരു അദ്ദേഹം, പൂർണ്ണമായ പേര് ഞാൻ മറന്നുപോയി. ആ ബുക്ക് വളരെ രസകരമായ ബുക്കായിരുന്നു. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിന്, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തിന് കൂടുതലായി പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു ദൈവം യഥാർത്ഥത്തിൽ ഒരു ദൈവമാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം ആ പുസ്തകത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം പുസ്തകങ്ങളൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കാൻ തുടങ്ങി. പലപ്പോഴും നമ്മൾ ഈ യൂട്യൂബുകൾ, അല്ലെങ്കിൽ വാട്സപ്പ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കേൾക്കുന്നത് മുഴുവനും ഇസ്രായേൽ എന്തോ ഒരു വലിയ സംഭവമാണ്. ഇസ്രായേൽ സംഭവം, ഇസ്രായേൽ. യഹൂദന്മാർ ദൈവത്തിൻ്റെ സ്വന്തം ജനം, യഹൂദന്മാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ദൈവത്തിന് ബാക്കി എല്ലാവരും, യഹൂദനെ നോക്കിയാണ് ലോകം മുന്നോട്ട് ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? യഹൂദനാണ് സെൻറ്റർ, ലോകത്തിൻ്റെ സെൻറ്റർ യഹൂദനാണ്. ഒന്നാമതൊരു ഗ്ലോബാണ്, അതിലെങ്ങനെ ഈ സെൻറ്റർ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ലോകത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് യഹൂദനാണ്. യഹൂദനെ ചുറ്റിപ്പറ്റിയാണ് ലോകം മുഴുവനും പൊക്കോണ്ടിരിക്കുന്നത്. യഹൂദനെ നോക്കിയാണ് മനുഷ്യകുലത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കപ്പെടുന്നത്. യഹൂദൻ എന്തോ ഒരു വലിയ സംഭവമാണ്. ഇപ്പോഴും ദൈവം യഹൂദന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു രക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്, ക്രിസ്തു വന്നതിന് ശേഷവും. ഇതൊരു വലിയ കോൺഫ്ലിക്റ്റ് ആകാൻ തുടങ്ങി. ഞാനത് വായിച്ചു, പുതിയ നിയമം വായിച്ചപ്പോൾ റോമാലേഖനവും ഗലാത്യലേഖനവും ഒക്കെ വായിക്കുമ്പോൾ ഇവർ പറയുന്ന വ്യാഖ്യാനത്തിൽ നിന്ന് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റോമാലേഖനവും ഗലാത്യലേഖനവും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു തരുന്നത്. പൗലോസ് അപ്പോസ്തലൻ ആർഡൻ്റ് ജൂയിഷ് ബിലീവർ ആയിരുന്നു, റിലീജിയസ്
പേഴ്സൺ ആയിരുന്നു. ആർഡന്റ്, ഫ്യൂരിയസ് ആയിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മതത്തിന് വേണ്ടി എന്തും ചെയ്യും. കൊല്ലണമെങ്കിൽ കൊല്ലും, തല്ലണമെങ്കിൽ തല്ലും, അങ്ങനെ നടന്നുകൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹം ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന ഒറ്റ വരിയിൽ ഇവരുടെ സകല പ്രാധാന്യതയും പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ, ക്രിസ്തുവിന് ശേഷം വന്നപ്പോൾ സകല പ്രാധാന്യതയും ഒറ്റ വാക്കിൽ തകർത്ത് കളയുകയാണ് പൗലോസ് അപ്പോസ്തലൻ. അബ്രഹാമിൽ നിന്ന് ജനിച്ചവരെല്ലാം യഹൂദന്മാരാണെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല യഹൂദൻ എന്ന് പറയുന്നത്. മറിച്ച് വാഗ്ദത്ത പ്രകാരം ജനിച്ചവരത്രേ. വാഗ്ദത്ത പ്രകാരം എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിലൂടെയാണ് ഈ വാഗ്ദത്തം നമുക്ക് ലഭിക്കുന്നത്. പുതിയ നിയമത്തിൽ നല്ല എല്ലാ കാലഘട്ടത്തിലും ക്രിസ്തുവിലൂടെ ഉള്ളൂ വാഗ്ദത്തം. അപ്പൊ വാഗ്ദത്ത പ്രകാരം ജനിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ജനിക്കുക എന്നാണ്. ക്രിസ്തുവിൽ നിന്ന് ജനിച്ചവനാണ് യഥാർത്ഥ യഹൂദൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനം എന്ന് പറയുന്നത്. ഒറ്റ വാക്യത്തിൽ ഈ യഹൂദന്റെ സകല പ്രാധാന്യതയെയും തല്ലി തകർത്ത് കളഞ്ഞു പൗലോസ് അപ്പോസ്തലൻ. ഇതെനിക്കൊരു വലിയ തിരിച്ചറിവായി. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ പാസ്റ്റേഴ്സ് എല്ലാം ഈ യഹൂദന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രസംഗിക്കുന്നത്? നമ്മൾ ആദ്യം കേട്ടത് പ്രോസ്പെരിറ്റി തിയോളജി, അത് കഴിഞ്ഞ് കഷ്ടതയെക്കുറിച്ച് കേൾക്കുന്നു. അപ്പം ഇത് രണ്ടും പ്രാക്ടിക്കൽ അല്ല. പിന്നെ ഹൈപ്പർ ഗ്രേസിനെ കുറിച്ച് കേൾക്കുന്നു, അതും പ്രാക്ടിക്കൽ അല്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ പറയുന്ന ആ ഒരു ഈ യഹൂദന് പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ തുടങ്ങിയപ്പോൾ മനസ്സിലായൊരു കാര്യം, ഈ പാസ്റ്റേഴ്സ് എല്ലാം കൂടുതലായിട്ട് പ്രസംഗിക്കുന്നത് പഴയ നിയമമാണ് കൂടുതലായിട്ട് പ്രസംഗിക്കുന്നത്. ഞാനതൊരു വീഡിയോ ചെയ്തിരുന്നു. എന്ത് ചീത്തവിളികളാണ് ഞാൻ കേട്ടത്. ഇതിനകത്ത് എന്താ സംശയം നിങ്ങൾക്ക്? നിങ്ങൾ അതിലൊരു വളരെ സെൻസിറ്റീവായിട്ട് ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അദ്ദേഹം പറഞ്ഞ കാര്യം. സെൻസിറ്റീവായിട്ട് അദ്ദേഹം ആ വിഷയത്തോട് പ്രതികരിച്ചു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഇദ്ദേഹം പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, നിങ്ങൾ കൺവെൻഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ സഭായോഗത്തിന് പോകുമ്പോഴോ ഒരു പേനയും ബുക്കും എടുക്കുക. എന്നിട്ട് ഈ ദൈവദാസന്മാരെന്ന് പറയുന്ന ആളുകൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ ക്രിസ്തു എന്ന പദമോ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നിന്നുള്ളൊരു വാക്യമോ എടുത്തുകൊണ്ട് പ്രസംഗിക്കുന്ന, ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന, അവൻ്റെ രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്ന, ക്രൂശിൽ ക്രിസ്തു എന്തു ചെയ്തു എന്ന് പറയുന്നത് എത്ര ഭാഗങ്ങൾ വരും, പഴയ നിയമത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ടെന്നൊന്ന് കമ്പയർ ചെയ്ത് എഴുതി വെച്ചാൽ 100-ൽ 90 മാർക്കും പഴയ നിയമത്തിൽ നിന്നുള്ള കോഴ്സിനായിരിക്കും കിട്ടുക. എന്നാൽ വളരെ സെൻസിബിളായിട്ട് അദ്ദേഹം ആ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കൂടുതലായിട്ടും കേൾക്കുന്നതും പറയുന്നതും എല്ലാം പഴയ നിയമമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ പഴയ നിയമത്തെ തള്ളി, പഴയ നിയമം കീറിക്കളയണം. ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് പഴയ നിയമം കീറിക്കളയണം, പഴയ നിയമം ദൈവവചനം അല്ല എന്ന് പറയുന്നവരുണ്ട്. കാരണം പഴയ നിയമത്തിൽ യഹോവ കൊല്ലുവാൻ കൽപ്പിക്കുന്നു, പ്ലണ്ടർ ചെയ്യുവാൻ കൽപ്പിക്കുന്നു, സ്ത്രീകളെ എടുക്കുവാൻ കൽപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ അടക്കം നശിപ്പിച്ച് കളയണം, ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്നു. പിന്നെ യഹൂദന്മാരുടെ യുദ്ധത്തിന് ഈ ദൈവം കൂട്ടുനിൽക്കുന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് വളരാൻ തുടങ്ങി. അങ്ങനെ കൂടുതലായിട്ട് ഈ പഴയ നിയമം വായിച്ചു. ഈ പറയുന്ന യഹൂദൻ എന്നെ ഇത്ര പ്രാധാന്യത കൊടുക്കാൻ കാരണം എന്ത് ദൈവമാ? എന്നിട്ട് ഇതേ ദൈവം പറയുന്നു ദൈവത്തിന് പാർഷ്യാലിറ്റി ഇല്ല, മുഖപക്ഷമില്ലെന്ന് ഈ ദൈവം പറയുന്നു. മുഖപക്ഷമുണ്ട്, കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമത്തിൽ യഹൂദിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദൈവത്തെ കാണും. ഈ സ്വന്തം ജനമാണെന്ന് പറയുന്നു, അപ്പോൾ ബാക്കി ആരും സ്വന്തം ജനമല്ലേ എന്നൊരു ചിന്ത എന്തായാലും നമ്മുടെ ഉള്ളിൽ വരുമല്ലോ. യഹൂദന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, യഹൂദൻ ചെയ്യുന്ന യുദ്ധങ്ങൾക്കെല്ലാം യഹോവയായ ദൈവം കൂട്ടുനിൽക്കുന്നു, അവരെ ജയിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പാർഷ്യാലിറ്റി കാണിക്കുന്ന ഒരു ദൈവം, ക്രൂരത കാണിക്കുന്ന ഒരു ദൈവം, കൊല്ലുവാൻ കൽപ്പിക്കുന്ന ഒരു ദൈവം, പ്ലണ്ടർ ചെയ്യുവാൻ കൽപ്പിക്കുന്ന ഒരു ദൈവം, ശിശുക്കളെ പോലും, മൂക്കിൽ ശ്വാസമുള്ള ഒരു ജീവജാലത്തെ പോലും വെറുതെ വിടരുതെന്ന് പറയുന്ന ഒരു ദൈവം. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഇതാ യേശു എന്ന് പറയുക, ഈ പിതാവ് എല്ലാവരെയും സ്നേഹിക്കുന്നു, പുത്രനെ നൽകിയത് എല്ലാവർക്കും വേണ്ടി. അപ്പം സ്വന്തം ജനം എവിടെ പോയി? യഹൂദന്മാരെ എവിടെ പോയി? അപ്പം പാസ്റ്റേഴ്സ് വ്യാഖ്യാനിച്ചു, വെളിപ്പാട് പുസ്തകത്തിലുണ്ട് അവർക്കൊരു പ്രത്യേക രക്ഷ, യേശു അല്ലാതെ ഒരു ഓൾട്ടർനേറ്റ് രക്ഷയുണ്ടെന്ന് യഹൂദന്. അപ്പോൾ പിന്നെ യേശുവിൻ്റെ പ്രാധാന്യത എന്താ? യേശു എന്തിനാ ഭൂമിയിൽ വന്നത്? യേശു പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കലേക്ക് പോകുവാൻ കഴിയില്ല, അല്ലെ പിതാവിനോട് അടുക്കുവാൻ കഴിയില്ല എന്ന് പറയുന്നിടത്ത് യഹൂദൻ എന്ത് പ്രാധാന്യത? ക്രിസ്തുവാണ് കേന്ദ്രമായിട്ട് നിൽക്കുന്നത്, ക്രിസ്തുവിനെയാണ് നമ്മൾ നോക്കിപ്പാർക്കുന്നതെന്ന് പറയുന്ന അതേ പാസ്റ്റേഴ്സ്, അതേ ഉപദേശികൾ ഈ വചനത്തിൽ നിന്ന് എടുത്തുകൊണ്ട്
പറയുകയാണ്, യഹൂദനെ നോക്കിയാണ് ലോകം സഞ്ചരിക്കുന്നത്, യഹൂദനാണ് സകലത്തിൻ്റെയും കേന്ദ്രം. ഇത് രണ്ടും കൂടെ എങ്ങനെ ചേർന്ന് പോകും? എങ്ങനെയാ ഇതിനെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്നത്? ഇനി ഈ സ്റ്റഫുകളൊന്നും കയ്യിലില്ലാത്തവർ ഇറക്കുന്ന മറ്റൊരു ചീട്ടാണ് സദാചാര ചീട്ട്. സദാചാരം പഠിപ്പിക്കും മനുഷ്യരെ. എങ്ങനെ നടക്കണം, എങ്ങനെ കിടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കഴിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ മുടി വെട്ടണം, പെൺകുട്ടികൾ ലിപ്സ്റ്റിക് ഇടുന്നത് തെറ്റ്, കണ്ണെഴുതുന്നത് തെറ്റ്, പൊട്ട് തൊടുന്നത് തെറ്റ്, ജീൻസ് ഇടുന്നത് തെറ്റ്, ടോപ്പ് ഇടുന്നത് തെറ്റ്, ബ്യൂട്ടി പാർലറിൽ പോകുന്നത് തെറ്റ്. അതുപോലെ തന്നെ ഒരു പെൺകുട്ടിക്ക് അവളുടെ കല്യാണത്തിന് മര്യാദയ്ക്ക് ഒരുങ്ങി വരാൻ പറ്റത്തില്ല. അനിഷ്കാവാലം പാസ്റ്റർ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, ഒരു പ്രസംഗത്തിൽ പറയുക, TPM കല്യാണത്തിന് എങ്ങാണ്ട് പോയി. ഇദ്ദേഹം TPM ആളാണല്ലോ. TPM നിന്ന് കിട്ടുന്നത് പെന്തക്കോസിൽ വന്ന് വിളമ്പുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അല്ല, അദ്ദേഹം സുവിശേഷമൊന്നുമല്ല പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, പെന്തക്കോസ് TPM ഒരു കല്യാണത്തിന് പോയപ്പോൾ ഒരു പെൺകുട്ടി, അതായത് ബ്രൈഡ്, ആ കുട്ടി നല്ലപോലെ ഒരുങ്ങിയൊക്കെ കല്യാണത്തിന് വന്നു. അപ്പോഴേ ഇദ്ദേഹത്തിന് മനസ്സിലായി, ഇവളെ ഈ കോലത്തിൽ സ്റ്റേജിൽ കയറ്റത്തില്ല. കല്യാണത്തിന് ഒരുങ്ങിയല്ലാതെ പിന്നെ എങ്ങനെയാ വരേണ്ടത്? കല്യാണത്തിനല്ലേ ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്നത്. ഉടനെ ഓടി വന്ന് അവിടുത്തെ ആരാണ് സിസ്റ്റേഴ്സ് എല്ലാം കൂടെ വന്ന്, TPM സിസ്റ്റേഴ്സ് എല്ലാം കൂടെ വന്ന് ആ പെങ്കൊച്ചൊരുങ്ങിക്കൊണ്ട് വന്നതെല്ലാം എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കോണേ. എന്തൊരു ദൈവമാണപ്പാ ഇത്! ഒരു പെൺകുട്ടി ചുണ്ടില് ലിപ്സ്റ്റിക് തേച്ച പിണങ്ങുന്ന ദൈവമോ? ജീൻസ് ഇട്ട പിണങ്ങുന്ന ദൈവമോ? അപ്പം ഇത് നമ്മൾ ഈ കൊറോണ സമയത്ത് കേൾക്കുകയാണ്. കൊറോണ സമയത്ത് വൈറലായ മറ്റൊരു പ്രസംഗമായിരുന്നു അരിച്ചാക്ക് പ്രയോഗം. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അരിച്ചാക്ക് പ്രയോഗം. പെൺകുട്ടികൾ, ഈ സ്ത്രീകൾ ലെഗിൻസ് ഇടുന്നതിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് സഭയിലിരുന്ന് പറയുന്ന കാര്യങ്ങളാണ്. ലെഗിൻസ് ഇടുന്നതിനെ കുറിച്ച്. ഇതൊക്കെ എന്തിനീ പാസ്റ്റേഴ്സ് ഇതൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് സുവിശേഷം പറയാൻ സമയം തന്നെ, നിങ്ങൾ സുവിശേഷം പറഞ്ഞിട്ട് പോയാൽ പോരെ. നിങ്ങൾ അവരോട് സത്യസുവിശേഷം പറഞ്ഞു, നിങ്ങൾ കർത്താവിനെ കുറിച്ച് സംസാരിക്കുന്നേ. ഇതൊക്കെയാണ് നോക്കുന്ന. മുടി സ്പ്രിങ് പോലെ കിടക്കുന്നത്, നീളത്തിൽ കിടക്കും. ഇതൊക്കെ മനുഷ്യൻ പല രീതിയിലല്ലേ. സ്പ്രിങ് പോലെ കിടക്കുന്ന മുടിയുണ്ട്, നീളത്തിൽ കിടക്കുന്ന മുടിയുണ്ട്, ഇനി മുടി ഇല്ലാത്തവരുണ്ട്. ഇതൊക്കെ വ്യക്തിപരമല്ലേ സഹോദര? ഇതൊക്കെ സുവിശേഷമാണെന്നും പറഞ്ഞിരിക്കുക. അതിനെല്ലാം കയ്യടി, ഹല്ലേലൂയ, സ്തോത്രം. അത് ഈ സ്ത്രീകൾ തന്നെ ഇത്രയും വലിയ സ്ത്രീവിരുദ്ധത പറഞ്ഞിട്ട് ഈ സ്ത്രീകൾ തന്നെ ഇതിന് കൈയടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ശൈലി, ഇദ്ദേഹത്തിന് നല്ല ഇതുപോലെ സംസാരിക്കുന്ന എടാ, പോടാ, വാടാ, എടി, തള്ളെ. ഒരു പൊതുവേദിയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ദാസൻ പ്രസംഗിക്കുന്നതാ. വാടാ, പോടാ, എടി, തള്ളെ. കഷ്ടം തന്നെ, പരമകഷ്ടം. അതിന് കൈയടിക്കുകയാണ് ആൾക്കാർ. അത് സുവിശേഷമാണല്ലേ? ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വല്ലാത്ത പ്രഷർ ഉണ്ടാക്കുവാൻ തുടങ്ങി. ഇങ്ങനെയാണോ ദൈവദാസന്മാർ? ഇതാണോ യഥാർത്ഥത്തിൽ ദൈവദാസൻ? ഈ സമയത്ത് ഇറങ്ങിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാനത് പണ്ട് അന്ന് ഈ ചാനലുണ്ടായിരുന്ന ഞാനെല്ലാം റിയാക്ട് ചെയ്തേനെ. ബാബു ചെറിയാൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ഒരു ദൈവദാസൻ, ബാബു ചെറിയാൻ, ഇദ്ദേഹം ഒരു കൺവെൻഷൻ വേദിയിൽ നിന്ന് പ്രസംഗിക്കുക. നിങ്ങളിത് കേൾക്കണം ശരിക്കും. പെന്തക്കോസുകാർ പൊതുവെ ഒരു വിഗ്രഹങ്ങൾ ഉപയോഗിക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു യേശുവിൻ്റെയോ അല്ലെങ്കിൽ മാതാവിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശുദ്ധന്മാരുടെയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചിത്രം, ഒരു പടം പോലും നമ്മൾ വെക്കാറില്ല. അപ്പം ബാബു ചെറിയാൻ പാസ്റ്ററെ, ഇദ്ദേഹം ജനങ്ങളെ എങ്ങനെയും ഒന്ന് കർത്താവിലേക്ക് അടുപ്പിക്കണമല്ലോ, അതിനൊന്ന് പേടിപ്പിച്ചേക്കാം എന്ന് വെച്ചുകൊണ്ട് ബാബു ചെറിയാൻ പാസ്റ്റർ പഠിപ്പിക്കുകയാണ്. ഒരിക്കലൊരു പട്ടാളക്കാരൻ അദ്ദേഹം ഭാര്യയെ ഡെലിവറിക്ക് വേണ്ടി ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരു മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ യേശുവിൻ്റെ ഒരു ക്രൂശിത രൂപം ഇരിക്കുകയാണ്. കേട്ടോണം, പെന്തക്കോസുകാർ ഉപയോഗിക്കത്തില്ല യേശുവിൻ്റെ ക്രൂശിത രൂപം. യേശുവിൻ്റെ ഒരു രൂപവും ഒരു പടം പോലും പെന്തക്കോസുകാർ ഉപയോഗിക്കത്തില്ലെന്ന് കേട്ടോണം. ആ പെന്തക്കോസുകാരോട് പറയുന്ന ഉപമയാണ്. ഇദ്ദേഹം ഡെലിവറി റൂമിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ യേശു ക്രിസ്തുവിൻ്റെ ഒരു ക്രൂശിത രൂപം ഉണ്ടായിരുന്നു. ഉടനെ ഇദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്, അദ്ദേഹം പറഞ്ഞു, ഈ രൂപം ഇവിടെ വെക്കാൻ പറ്റത്തില്ല,
ഈ രൂപം ഉള്ളിടത്ത് എൻ്റെ ഭാര്യ പ്രസവിക്കണ്ട, എൻ്റെ കുഞ്ഞ് ഇത്തരം രൂപങ്ങളൊന്നും കാണണ്ട, ഞാൻ നിരീശ്വരവാദിയാണ്, എൻ്റെ കുഞ്ഞും അങ്ങനെ തന്നെ വളർന്നാൽ മതി എന്ന് പറഞ്ഞെന്ന്. ഇതൊക്കെ ഇദ്ദേഹം പറയുന്നതൊക്കെ ഉള്ളതാണെന്ന് ആർക്കറിയാം? ഇദ്ദേഹം പറയുന്നതാ. ഉടനെ എന്ത് സംഭവിച്ചു? ഇത് ഇയാള് പറഞ്ഞ് ഇത് മാറ്റിച്ചു. ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത്. ഇവരുടെ ദൈവത്തിൻ്റെ, ഇവരൊക്കെ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വമായി പറഞ്ഞു വരുന്നേ. കുട്ടി ജനിച്ചു, ഫോട്ടോ എടുത്ത് മാറ്റിച്ചല്ലോ. ആരുടെയാ? യേശുവിൻ്റെ ക്രൂശ് രൂപം എടുത്ത് മാറ്റിച്ചു. കുട്ടി ജനിച്ചു, കുട്ടിക്ക് കണ്ണില്ലെന്ന്, കാഴ്ചയില്ലെന്ന്, കുട്ടി അന്ധനായിരുന്നു. അതായത് പെന്തക്കോസുകാർ ഉപേക്ഷിച്ച, പെന്തക്കോസുകാർ ഉപയോഗിക്കാത്ത, പെന്തക്കോസുകാർ ഒരിക്കലും ആരാധിക്കാത്ത ഒരു ക്രൂശിത രൂപം ഒരു നിരീശ്വരവാദി അയാളുടെ ഭാര്യ പ്രസവിക്കുവാൻ കിടക്കുന്ന റൂമിൽ നിന്ന് എടുത്തു മാറ്റി എന്ന കാരണത്താൽ ജനിച്ച കുഞ്ഞിൻ്റെ കണ്ണ് കളഞ്ഞ ദൈവം പൊതുവിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണേ. വലിയ കാര്യമായിട്ട് പ്രസംഗിക്കുക, ഏതാണ്ട് വലിയ സംഭവമാണ്. ഉടനെ പെന്തക്കോസുകാരെല്ലാവരും കൂടെ കൈ അടിച്ചു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കണ്ടേ? അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നമ്മളിത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അമർഷം ഉണ്ടാകും. പൊടി തട്ടി പണ്ട് എടുത്ത് വെളിയിൽ കളഞ്ഞ ഫോട്ടോകളെല്ലാം ഒന്നുകൂടെ എടുത്തൊന്ന് പോളിഷ് ചെയ്ത് ഭിത്തി തൂക്കാൻ തോന്നത്തില്ല ഇത് കേൾക്കുമ്പം? എന്ത് ദൈവത്തെയാണ് നിങ്ങൾ ഈ പ്രസംഗിക്കുന്നേ? നിങ്ങൾ ഏത് തരത്തിലുള്ള ദൈവത്തെയാമോ മനുഷ്യരുടെ മുമ്പിലോട്ട് വെക്കുന്നതെന്ന് വല്ല ചിന്തയുണ്ടോ പാസ്റ്റേഴ്സ്? നിങ്ങൾ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? ഈ ആളുകൾ ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ഒരു ധാരണയില്ല. അപ്പം നിങ്ങൾക്ക് എന്തും ആകാം. നിങ്ങൾക്ക് കൺവെൻഷൻ വേദിയിൽ കിടന്ന് നിന്നുകൊണ്ട് എന്തും സംസാരിക്കാം അല്ലേ? എന്തും സംസാരിക്കാം, ഒരു ലിമിറ്റും ഇല്ല അതിന്. നിങ്ങൾക്ക് ഈ ദൈവത്തെ ക്രൂരനാക്കി ചിത്രീകരിക്കാം. ഈ ദൈവത്തെക്കുറിച്ച് എന്തും നിങ്ങൾക്ക് ദൈവാത്മാവ് പറഞ്ഞെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് നിങ്ങളുടെ ഏറ്റവും വലിയ ചീട്ട് അവിടെയാണ്. നിങ്ങളുടെ കാർഡ്, നിങ്ങൾ ഹോളി സ്പിരിറ്റ് കാർഡാണ് നിങ്ങൾ എപ്പോഴും ഇറക്കുന്നത്. ദൈവാത്മാവ് പറഞ്ഞതാ. ഇതൊക്കെ കേട്ട് ഒരു ചെറുപ്പക്കാരനുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ വാസ് യങ്. 2019 കാലഘട്ടത്തിൽ ഈ പറയുന്നത്, 2019-20 കാലഘട്ടം. നമ്മൾ വളരെ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടം. നമ്മുടെ നല്ല പ്രായം, ചെറുപ്പം. നിരവധി പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, നിരവധി ആളുകളെ കേൾക്കുന്നു. ഇനി മറ്റൊരു വിദ്വാനുണ്ട്, അദ്ദേഹം MA വർഗീസ്. ചർച്ചില്, അവരുടെ ചർച്ചിൽ, വലിയ ചർച്ചാണല്ലോ ബാംഗ്ലൂരിലെ, അവിടെ സ്തോത്രക്കാഴ്ച എടുത്തപ്പോൾ ഇവർ ഈ സ്തോത്രക്കാഴ്ച എണ്ണുന്നത് മറ്റേ നോട്ട് എണ്ണുന്ന മെഷീനില്ല. ഇതൊക്കെ കേട്ടിട്ടുള്ളതാ. ഈ സ്തോത്രക്കാഴ്ച എണ്ണുന്ന മെഷീനിലേക്ക് ഈ നോട്ട് ഇടുമ്പോൾ അത് നല്ല നോട്ട് ഇടണം. ചുമ്മാ ചുക്കിയും ചുളുങ്ങിയും പറഞ്ഞ പിച്ചക്കാശൊന്നും ഇതിനകത്ത് ഇടലെന്ന് നിങ്ങളിത് കേട്ടിട്ടുള്ളതായിരിക്കും. ആ സമയത്ത് ഭയങ്കര വൈറലായിരുന്നു. വിമർശനത്തിന് ഒരുപാട് വിമർശനത്തിന് പാത്രമായ ഇടയുണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. പക്ഷേ ഇതൊരു കാര്യം എന്നാണെന്നറിയോ? പിന്നെ മലയാളികളെല്ലാം അങ്ങ് മറക്കും, വിശ്വാസികളെല്ലാം അങ്ങ് മറക്കുമെന്നേ. അനീഷ് കാവാലം ശ്രീവിരുദ്ധത പറഞ്ഞതും, ബാബു ചെറിയാൻ ഈ പറഞ്ഞ വിഗ്രഹാരാധന പറഞ്ഞതും, MA വർഗീസ് ഈ പാവങ്ങളെ അധിക്ഷേപിച്ചതുമൊക്കെ നമ്മളങ്ങ് മറക്കും. എന്നിട്ട് അതിൻ്റെ താഴെ നമ്മളതിനെ വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ആശയത്തെ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് നിന്നെ ഇപ്പം ദൈവം തീർത്തു കളയും, ദൈവം നിന്നെ ഇപ്പം വലിച്ചു കീറി ഒട്ടിക്കും, ദൈവം നിന്നെ ഇപ്പം കൊന്നുകളയും, നിനക്ക് അത് വരുത്തും ഇത് വരുത്തും, ദൈവദാസനെ കുറിച്ചൊന്നും പറയരുത്, അഭിഷിക്തന്മാരെ തുടരുത്. എന്ത് അഭിഷിക്തൻ? എന്താണ് ഈ അഭിഷിക്തൻ? ആരാണ് അഭിഷിക്തൻ? തോന്നിയാസം വിളിച്ചു പറയുന്നവരാണ് അഭിഷിക്തന്മാർ. അങ്ങനെയാണോ നിങ്ങൾ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അങ്ങനെ പറയാനാണ് ഒരുപാടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും സംശയങ്ങൾ, ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, സംശയങ്ങളുടെ കൂമ്പാരമായിട്ട് നിൽക്കുന്ന ഈ ഞാൻ ഇതെല്ലാം കൂടെ കേട്ട്, ഞാൻ കേട്ടോണേ, വ്യാഖ്യാനമാണ്. ഞാൻ ഇപ്പോഴൊന്നും ബൈബിൾ വായിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇതിനകത്തൊരു ബൈബിളുണ്ട്, ശരിയാണ്, ഇന്ന കാര്യങ്ങളാണ് ഇവർ ഈ പറയുന്നത്, ബൈബിളുമായിട്ട് ചേർന്ന് പോകുന്ന അല്ല എന്ന് എനിക്കറിയാം. പക്ഷെ സ്റ്റിൽ ഇവരോടങ്ങ് എന്താണ് ഹൃദയം കൊണ്ട് വല്ലാത്തൊരു പ്രതിഷേധം.
ഒരമർഷമൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. ഇത് പതുക്കെ ഈ ആശയത്തെ സംശയിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ വരികയാണ്. കാരണം കർത്താവ് പറയുന്ന രീതിയിലുള്ള യാതൊരു ഫ്രൂട്ടും ദൈവദാസന്മാരെന്ന് പറയുന്നവരിൽ നിന്ന് പോലും കിട്ടാതെ വരുമ്പോൾ പിന്നെ ഇത് ആരിലാ വർക്കൗട്ട് ആകുന്നത്? സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരിലോ? ആരിൽ ഇത് വർക്കൗട്ട് ആകും? ഈ പറയുന്ന വലിയ സഭയുടെ വലിയ ദൈവദാസന്മാർ, പെന്തക്കോസുകാർ, വേദികളിൽ നിന്ന് വേദികളിലേക്ക് കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പാസ്റ്റേഴ്സ്, ദൈവദാസന്മാർ, പ്രസംഗകര്, അവരുടെ ഉള്ളിൽ നിന്ന് പോലും ഈ ഫ്രൂട്ട് മുന്നോട്ട് വരുന്നില്ല, പുറത്തോട്ട് വരുന്നില്ല എന്നിരിക്കെ ഇത് പിന്നെ ആരിലാണ് വർക്കൗട്ട് ആകുന്നത്? അങ്ങനെ വന്നപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന തത്വത്തിൽ തന്നെ വിശ്വസിക്കാൻ പറ്റാതെ, ഇത് തെറ്റാണ്, ഇതിങ്ങനല്ല, ദിസ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ അറ്റ് ഓൾ എന്ന് പറയുന്നൊരു ചിന്തയിലേക്ക് വന്നു. ഈ ബുദ്ധിസമൊക്കെ പോലെ ചുമ്മാ കുറെ ഉപദേശങ്ങൾ പറയുന്നുണ്ട്, ഏതാണ്ടൊക്കെ വലിയ വലിയ സംഭവങ്ങളൊക്കെ പൗലോസൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. എവിടെ കഴിഞ്ഞുപോയി? എന്താ കഴിഞ്ഞു പോയത്? ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല, ഒന്നും. എല്ലാം അങ്ങനെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യുക. നത്തിങ് ഹാസ് ചേഞ്ച്ഡ്. ഒരുവൻ ക്രിസ്തുവിലായി, പുതിയ സൃഷ്ടിയായി, പഴയത് പോയി. ഇനി യേശു ക്രൂശിൽ നമ്മുടെ പാപത്തെ വഹിച്ചു, നമ്മൾ പാപികളല്ല. പക്ഷെ കയ്യിലിരിപ്പും വായിലിരിപ്പും മുഴുവൻ ഞാനടക്കം എന്നെ കൂടെ പ്രതി ചേർത്ത് പറയുക. ഇത് പ്രാക്ടിക്കൽ അല്ല എന്നൊരു ചിന്ത ആ സമയത്ത് ഉള്ളിൽ കയറി. അല്ലാതെ തെറ്റാണെന്നോ അല്ലെങ്കിൽ ബൈബിൾ മുഴുവൻ തെറ്റാണെന്നോ ദൈവം ഇല്ലെന്നോ എന്ന് പറയാൻ ഞാൻ അതുകൊണ്ടാണ് തംബ്നെയിൽ ഇട്ടിരിക്കുന്നത് ഹൗ ഐ കെയിം ബാക്ക് ടു ക്രൈസ്റ്റ് ഫ്രം ദ എഡ്ജ് ഓഫ് എയ്തീസം എന്ന് പറയുന്നത്. ഈ നിരീശ്വരവാദത്തിൻ്റെ ഒരു എഡ്ജുണ്ട്, ഒരറ്റം. അവിടെ ഇങ്ങനെ ചെന്ന് തട്ടിയിട്ട് തിരിച്ചു വന്നാൽ ഞാൻ ഐ ആക്ച്വലി സോ വാട്ട് ഈസ് എയ്തീസം. എനിക്കറിയാം എന്താണതെന്നുള്ളത്, കൃത്യമായിട്ട് അറിയാം. ഇവർ ഈ പറയുന്ന അഭിനവ എയ്തീസ്റ്റുകൾ, നവ നിരീശ്വരവാദികൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് അവരുടെ വികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. നിരീശ്വരവാദികളുടെ വികാരം എന്താണെന്ന് എനിക്കറിയാം. ബിക്കോസ് ഐ വാസ് വൺസ് ആൻ എയ്തീസ്റ്റ്, എ മോർ ഓർ ലെസ് എയ്തീസ്റ്റ്. അഗ്നോസ്റ്റിസിസത്തിൻ്റെ പടിവാതിക്കൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് കാലെടുത്ത് വെച്ച ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പം എനിക്കറിയാം എന്ത് വികാരത്തിൽ ഇവരെന്ന് പറയുന്നത്. അരുൺ പറയുന്ന വികാരം, രവിചന്ദ്രൻ പറയുന്ന വികാരം, മൈത്രേയൻ പറയുന്ന വികാരം ഒക്കെ വ്യക്തമായിട്ടറിയാം. ഒരു നിരീശ്വരവാദിയുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾ, വിചാരങ്ങൾ, അവർ ബൈബിളിനെ കുറിച്ച് ചിന്തിക്കുന്ന, ബൈബിൾ ഒരു വചനം വായിക്കുമ്പോൾ അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ. ഇനി ഇതിലൊന്നുമില്ലാതെ വളരെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആളുകൾ, അവരൊക്കെ എന്താണ് ചിന്തിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, അനുഭവിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവനാണ്. അപ്പോൾ ഏകദേശം തീരുമാനമായി. ഒന്നിലും ഒരു പ്രാക്ടിക്കാലിറ്റി കണ്ടെത്താൻ പറ്റുന്നില്ല. പ്രോസ്പെരിറ്റിയിൽ പ്രാക്ടിക്കാലിറ്റി ഇല്ല, കൃപയിൽ പ്രാക്ടിക്കാലിറ്റി കാണാൻ പറ്റുന്നില്ല. ഇനി കഷ്ടത അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താം, പ്രാക്ടിക്കാലിറ്റി ഇല്ല. ഈ പറയുന്നത് പോലെ യേശു ക്രിസ്തു ക്രൂശിൽ നമ്മുടെ പാപത്തെ ചുമന്നു, മനുഷ്യന് ഒരു മാറ്റവും ഇല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. എന്ത് കഴിഞ്ഞുപോയി? ഒരു മാറ്റവും ഇല്ല. ഇങ്ങനെ പതുക്കെ കയറി വന്ന് മറ്റൊന്നാണ്, അവൻ നമ്മുടെ അടിപ്പിണരുകൾക്ക് അല്ലേ, അവൻ്റെ അടിപ്പിണരുകളെ നമുക്ക് സൗഖ്യം വന്നു ഇരിക്കുന്നു. രോഗമുണ്ട്. അപ്പോഴും നമ്മൾ ആ സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യത്തിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്, സൗഖ്യം വേണം, സൗഖ്യം വേണം, സൗഖ്യം വേണം. തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, നമ്മൾ സ്വയമായിട്ട് പ്രാർത്ഥിക്കുന്നു, ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു, രോഗം മാറുന്നില്ല. നമ്മൾ ഈ വചനമൊക്കെ എടുത്താ പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം. നത്തിങ് ഹാപ്പൻഡ്. സംശയം വരാതിരിക്കുമോ? നിരീശ്വരവാദി ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഓർത്തോണം, വർഷങ്ങളായി, 15 വർഷങ്ങളായി വിശ്വാസ ജീവിതത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സഭായോഗങ്ങൾക്ക് വേണ്ടി, പാസ്റ്റേഴ്സിന് വേണ്ടി ഒരു സമർപ്പിത ജീവിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പെട്ടെന്നൊരു
ഒരു ഡൈവേർഷൻ ഉണ്ടാകുകയാണ്, ഒരു ഷിഫ്റ്റ് ഉണ്ടാകുകയാണ്. ഞാൻ ഈ ചിന്തിച്ചു വെച്ചതും മനസ്സിലാക്കിയതും ഒന്നും ശരിയല്ലല്ലോ, ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലല്ലോ. അതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ കുഴപ്പിച്ചൊരു വിഷയം. എന്നെ ഇതിൽ നിന്ന് ഒഴുക്കിക്കൊണ്ട് പോകുവാനുള്ള ഒരു കാരണം അതായത് ഇത് പ്രാക്ടിക്കൽ ആകുന്നില്ല. ഇതിൽ പറയുന്ന അത്ഭുതങ്ങൾ പ്രാക്ടിക്കൽ ആകുന്നില്ല, ഇതിൽ പറയുന്ന അനുഗ്രഹങ്ങൾ പ്രാക്ടിക്കൽ ആകുന്നില്ല, ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുന്നില്ല. മനുഷ്യന് മാറ്റം, എനിക്ക് പോലും മാറ്റം ഉണ്ടാകുന്നില്ല. ഞാനും പഴയതുപോലെ തന്നെ ജീവിക്കുകയാണ്. എൻ്റെ മനസ്സിലും ആവശ്യമില്ലാത്ത വരുന്നു, ചീത്ത വരുന്നു, ഈ പറയുന്ന പോലെ വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ നിങ്ങളും ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ ഇതേ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളവർ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു ചോദ്യത്തിൽ നിന്നാണ് വരുന്നത്. കാരണം ഈ പഠിച്ച് അവസാനം ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പറയുന്ന ആ സഹോദരൻ്റെ സ്നേഹനിർഭരമായ ഒരു ചോദ്യത്തിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് ഞാൻ ഇത്രയും പറയുവാൻ തയ്യാറായത്. കാരണം ഞാൻ ഇത് കഴിഞ്ഞ് വന്ന വ്യക്തിയാണ്. ഈ സ്റ്റേജിലൂടെ കടന്ന് അത് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നതാ. അതുകൊണ്ട് ഇനി തെറ്റിപ്പോകാൻ എങ്ങോട്ടും ഇല്ല. പോയ വ്യക്തിയാണ് ഞാൻ, തെറ്റിപ്പോയ വ്യക്തിയാണ്. എനിക്കത് പറയുന്നതിനകത്ത് നാണക്കേടൊന്നുമില്ല. കാരണം പത്രോസ് എത്ര വട്ടം തെറ്റിപ്പോയവനാ അല്ലേ? എത്രയോ വട്ടം തെറ്റിപ്പോയവനാ. യേശുവിൻ്റെ കൂടെ നടന്നിട്ട് യൂദാസ് തെറ്റിപ്പോയില്ലേ? ഇത് മാനുഷികമായിട്ട് എല്ലാ മനുഷ്യർക്കും ഈ കയറ്റിറക്കങ്ങളുണ്ട്. അതായത് സ്പിരിച്വാലിറ്റിയിൽ കയറ്റിറക്കങ്ങളുണ്ട്. നമ്മളിപ്പോൾ എപ്പോഴും ഫെയ്ത്തിൽ ഇങ്ങനെ ഒരേ മീറ്റർ പോകാൻ പറ്റത്തില്ല നമുക്ക്. അത് ചിലപ്പോൾ കൂടി നിൽക്കും, ചിലപ്പോൾ കുറഞ്ഞു നിൽക്കും, ചിലപ്പോൾ ഒട്ടും കാണത്തില്ല, ചിലപ്പോൾ ഭയങ്കര ഫെയ്ത്ത് ആയിരിക്കും. അങ്ങനെയാണ് മനുഷ്യ ജീവിതം, അല്ല സ്പിരിച്വൽ ലൈഫ് അങ്ങനെയാണ്. അത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം ഇത് പ്രാക്ടിക്കൽ അല്ല എന്നൊരു ചിന്ത ഹൃദയത്തിലേക്ക് കയറിയപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, ഇത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പിന്നെ ഇത് പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല. ഇനി അഥവാ ആരെങ്കിലും ഇത് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ശക്തിയുക്തം അതിനെ എതിർക്കുക. അങ്ങനെ ഇരിക്കെ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടുകയാണ്, ക്ലബ് ഹൗസ്. അപ്പം നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന, സമാനമായി ചിന്തിക്കുന്ന, ഈ പറയുന്നത് പോലെ വ്യാഖ്യാന ഫാക്ടറികൾ പെന്തക്കോസ് വിഭാഗത്തിൽ ഇനി തുറന്നു പറയുക. ഇനി ഇതിനകത്തൊരു ഭയമില്ല. പെന്തക്കോസ് വിഭാഗത്തിൽ വ്യാഖ്യാന ഫാക്ടറികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ത്രീ വിരുദ്ധത, മനുഷ്യവിരുദ്ധത, അതുപോലെ തന്നെ മാനവികതാ വിരുദ്ധമായിട്ടുള്ള ഇവരുടെ ഈ ചിന്താഗതികളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം സജു ചാത്തന്നൂർ എന്ന് പറയുന്ന മാന്യദേഹം എന്ന് പറഞ്ഞു കേട്ടില്ലേ? കൽപ്പന ചൗളയെ റിമോട്ട് വെച്ച് പൊട്ടിച്ചു വന്നത്. ഇതൊക്കെ എവിടുന്ന് കിട്ടി? ഏത് ബൈബിളിൽ നിന്ന് വായിക്കുന്നു? ഇതിനൊക്കെ കൈയടിക്കാനിരിക്കുന്ന മനുഷ്യരെന്ത് പറയണം? ബർത്ത്ഡേ ആഘോഷിച്ച നരകത്തിൽ കൊണ്ടുവന്നത് ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു? ഇതൊക്കെ നിങ്ങളിങ്ങനെ എങ്ങനെ ബൈബിളിനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഭയങ്കരമാണ്. നിങ്ങൾ പരീശന്മാരാ ശരിക്കും. നിങ്ങൾ പരീശ പ്രമാണിമാരെക്കാളും കഷ്ടമാണ് ഇത്തരത്തിലെ പെന്തക്കോസ് പാസ്റ്റേഴ്സ്, ഉപദേശികളും. പരീശന്മാരെക്കാളും കഷ്ടം. അവർക്ക് ഇതിലും ഡീസൻസി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ആധുനിക യുഗത്തിലൊക്കെ വന്ന് നിന്നുകൊണ്ട് അതിനേക്കാളും ആധുനികമായിട്ട് സംസാരിച്ച ഒരു പുസ്തകത്തെ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നു? എന്നിട്ട് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരാന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് മുഴുവൻ പഴയ ലേവ്യ പുസ്തകവും ആവർത്തന പുസ്തകവും പണ്ട് യഹൂദന്മാർ പോലും ചവച്ചു തുപ്പിയ പഴയ മാമൂലുകളെ പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിന് സുവിശേഷം എന്ന പേര്. ഇത് ഞങ്ങൾ അംഗീകരിക്കണമല്ലേ? ഇനി ഒരു അംഗീകാരവും ഇല്ല, ഇനി ഒരു ടോളറൻസും ഇല്ല. ശക്തിയുക്തം എതിർത്തിരിക്കും. എതിർക്കാൻ വേണ്ടി തന്നെയാണ്, അവതരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനൊരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എതിർക്കുക മാത്രമല്ല, ഈ ഒറിജിനൽ ഇതിൻ്റെ എസൻസ് എന്താണെന്നുള്ളത് ആളുകളിലേക്ക് എത്തിച്ചിരിക്കും. അതാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. അങ്ങനെ പുതിയ കൂട്ടുകെട്ടുകൾ കിട്ടുകയാണ്. പുതിയ കൂട്ടുകെട്ടുകൾ ഇതേപോലെ തന്നെ സമാനമായി ചിന്തിക്കുന്ന, തിക്താനുഭവങ്ങൾ അനുഭവിച്ച, ഇത് പ്രാക്ടിക്കൽ ആകുമെന്ന് വിചാരിച്ചുകൊണ്ട് നടന്നിട്ട് പ്രാക്ടിക്കൽ ആകാതെ പോയ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഇതിലേക്ക് കിട്ടുകയാണ്. അതിനിടയ്ക്ക് പെന്തക്കോസുകാരോട് വ്യക്തിപരമായി വിദ്വേഷമുള്ള ആളുകളൊക്കെ വന്ന് കൂടാൻ തുടങ്ങി കൂട്ട്. നമുക്കൊരു സർക്കിൾ രൂപപ്പെട്ടല്ലോ. അപ്പം നമുക്കൊരു ബലമൊക്കെയായി, ഒരു ധൈര്യമൊക്കെയായി. നമ്മുടെ കൂടെ 10 പേരുണ്ട്. ക്ലബ് ഹൗസിൽ റൂം അങ്ങോട്ട് തുറന്നു, സംസാരിക്കാൻ തുടങ്ങി. ക്രിസ്തുവിനെതിരെ, ക്രിസ്ത്യാനിറ്റിക്കെതിരെ, പെന്തക്കോസിനെതിരെ, ബൈബിളിനെതിരെ ശക്തമായി സംസാരിക്കാൻ തുടങ്ങി.
മണിക്കൂറുകൾ നീളുന്ന സംഭാഷണങ്ങൾ, മണിക്കൂറുകൾ നീളുന്ന സംവാദങ്ങൾ, ആർഗ്യുമെന്റ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം, എന്തെല്ലാം കാര്യങ്ങളാ. പാതിരാത്രി 2 മണി, 3 മണി, 4 മണി, വെളുപ്പാങ്കാലം 5 മണി വരെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്തെ എൻ്റെ റോൾ മോഡൽസ് ആരൊക്കെയാണെന്ന് പറയാം. രവിചന്ദ്രനോട് എനിക്ക് അന്നും ഇന്നും ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഒരു തരത്തിലുള്ള ഒരു താല്പര്യം തോന്നിയിട്ടില്ല സി രവിചന്ദ്രനോട്. കാരണം അദ്ദേഹം പഠിക്കാതെ വിമർശിക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിനെ വിമർശിക്കുമ്പോൾ, ഇപ്പോൾ അത് ബൈബിൾ ആയിക്കോട്ടെ, അതിനെ വിമർശിക്കുമ്പോൾ അത് മിനിമം ഒന്ന് വായിക്കണമല്ലോ. പുള്ളി പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു പ്രഭാഷണമുണ്ട്. അത് ഈ പറഞ്ഞതിനേക്കാളും ബാക്കിയാണ് ഈ എയ്ത്തീസ്റ്റുകളുടെ കാര്യം കേട്ടോ. പെന്തക്കോസുകാർ എന്ത് കേട്ടാലും ഹല്ലേലൂയ സ്തോത്രം പറയാനിരിക്കുന്നത് പോലെ രവിചന്ദ്രൻ എന്ത് പറഞ്ഞാലും കൈയടിക്കാൻ വേണ്ടി ഇരിക്കുന്ന കുറേ മന്ദബുദ്ധികളായിട്ടുള്ള എയ്ത്തീസ്റ്റുകളുണ്ട്. അതിങ്ങനെ നിങ്ങൾ പറയുന്നത് വിശ്വാസികൾ തലച്ചോറ് പണയം വെച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെയാ. എയ്ത്തീസ്റ്റുകളെ, നിരീശ്വരവാദികളെ, നിങ്ങളും അങ്ങനെ തന്നെയാ. തലച്ചോറ് കൊണ്ട് രവിചന്ദ്രൻ മാഷിന്റെ കാലിലോട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ കയ്യും കൂപ്പി നിൽക്കുക. സി രവിചന്ദ്രൻ എന്ത് പറഞ്ഞാലും അത് ശരിയാ. ഇത് തന്നെയല്ലേ അന്ധവിശ്വാസികളും കാണിക്കുന്നത്. അവർ പറഞ്ഞ ഞങ്ങളുടെ പാസ്റ്റർ പറയുന്നതാ കറക്റ്റ്, ഞങ്ങളുടെ പ്രൊഫറ്റ് പറയുന്നതാ കറക്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് നിങ്ങളും. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കൈയടിക്കും. സൂപ്പർ 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 രവിചന്ദ്രൻ പറയുന്നത് കേട്ട്. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നതെന്ന് അറിയോ പുള്ളി ബൈബിളൊന്നും വായിച്ചിട്ടൊന്നുമില്ല, പുള്ളിക്ക് ഇത് അറിയത്തുമില്ല. പുള്ളി ഈ പറയുന്ന പോലെ പാസ്റ്റർമാർ പറയുന്ന അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കേട്ട് പിന്നെ നെറ്റിൽ നിന്നൊക്കെ അടിച്ചു കൊടുത്തൊക്കെ കിട്ടുന്ന സാധനം വെച്ചുകൊണ്ടാണ് ഈ പുള്ളി ക്രിസ്ത്യാനിറ്റി വിമർശിക്കാൻ പറ്റുന്നത്. പുള്ളിക്ക് ഒരു ഹിസ്റ്ററി അറിയത്തില്ല, ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഹിസ്റ്ററി അറിയത്തില്ല, പുള്ളിക്ക് ബൈബിളും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ആ സമയത്തും ഇന്നും സി രവിചന്ദ്രനോട് യാതൊരു തരത്തിലുള്ള ആരാധനയോ താല്പര്യമോ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ മൈത്രേയനോട് തോന്നിയിരുന്നു. മൈത്രേയൻ പുള്ളി മുമ്പോട്ട് വെച്ച ആശയങ്ങളൊക്കെ വളരെ 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 എന്താണ് ഡിഫറൻ്റ് ആയിട്ട് തോന്നി. അതേസമയം തന്നെ ഫ്രഷായിട്ട് തോന്നി. ഒരുപാട് കാര്യങ്ങൾ പുള്ളി നല്ല രീതിയിലാണ് പ്രപഞ്ചത്തെ, ഭൂമിയെ, ജീവിതത്തെ, മനുഷ്യബന്ധങ്ങളെ, വിശ്വാസത്തെ ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ഞാൻ ഇപ്പോഴും ഇടയ്ക്കിരുന്ന് കേൾക്കും, പക്ഷെ അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അത് അന്ന് പക്ഷേ എൻ്റെ റോൾ മോഡലായിരുന്നു മൈത്രേയൻ. അദ്ദേഹത്തിൻ്റെ ബുക്കൊക്കെ വാങ്ങിച്ച് ഞാൻ ഏതാണ് നമ്മുടെ മനുഷ്യരറിയാനെന്ന് പറഞ്ഞ ബുക്ക്. ഗംഭീര ബുക്കാണ്. കുറേ അബദ്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും രസമാണ് വായിച്ചിരിക്കാൻ. പുള്ളി ഒന്നും ഈ എന്താണ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആന്ത്രോപോളജിസ്റ്റിൻ്റെയോ ആർക്കിയോളജിസ്റ്റുകളുടെയോ ഹിസ്റ്റോറിയൻസിൻ്റെയോ ഒന്നും റെഫറൻസ് ഒന്നും എടുക്കത്തില്ല കേട്ടോ. അതൊക്കെ തന്നെ സ്വന്തമായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ്. കേട്ടിരിക്കാൻ രസമാണ്. ഒരു സമയത്ത് തരംഗമായിരുന്നു മൈത്രേയൻ. ഇപ്പം മങ്ങി. വൈശാഖൻ എന്ന് പറയുന്ന നമ്മുടെ വൈശാഖൻ തമ്പി, അദ്ദേഹത്തെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഇംഗ്ലീഷിലേക്ക് പോകുമല്ലോ. ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഒരുപാട് ഈ പറയുന്നതുപോലെ അഭിനവ എയ്ത്തീസ്റ്റുകളെ, റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ പുസ്തകമൊക്കെ ആ സമയത്താണ് വായിക്കുന്നത്. റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഗോഡ് ഡെലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഗോഡ് ഡെലൂഷൻ എന്ന് പറയുന്ന പുസ്തകമൊക്കെ അന്നാണ് വായിക്കുന്നത്. മറ്റൊരു പുസ്തകമാണ് എന്നെ സ്വാധീനിച്ചത്, അതുപോലെ സ്വാധീനിച്ച പുസ്തകമാണ് യുവാൽ നോഹ ഹെരാരിയുടെ ഒരു 3 പുസ്തകങ്ങളുണ്ട്. 3 പുസ്തകങ്ങൾ പ്രധാനമായിട്ട് 2 സാപ്പിയൻസും ഹോമോ ഡീവ്സും. ഈ 2 പുസ്തകങ്ങൾ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ചാൾസ് ഡാർവിൻ്റെ പുസ്തകം ഒരു അക്കാഡമിക് ബുക്കായിട്ട് എനിക്ക് തോന്നിയിട്ട് സ്വാധീനിക്കാൻ തക്ക പവറൊന്നും ആ പുസ്തകത്തിന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഭാഷയുടെ കുഴപ്പമായിരിക്കും. അക്കാഡമിക്കായിട്ട് കൊള്ളാം, ഭാഷാപരമായിട്ട് ഒരു സുഖമില്ലാത്ത പുസ്തകമാണ്. പക്ഷേ ഈ യുവാൽ നോഹ ഹെരാരി ഉഗ്രം പുസ്തകമാണ്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളൊക്കെ ഗംഭീര ആശയങ്ങൾ. സാപ്പിയൻസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഹോമോ ഡീവ്സ് ഒക്കെ വായിച്ച് കുത്തിയിരുന്ന് വായിക്കുമായിരുന്നു. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ഏർജ് വന്നു, ഇത് മുഴുവൻ തെറ്റാ, ഇതിനെ എതിർക്കണം, ബൈബിള് തെറ്റാ, ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ തെറ്റാ, ഇതിനെ എതിർത്തേ പറ്റത്തുള്ളൂ. ഈ യേശു എന്ന് പറഞ്ഞ ഒരാളെ അപ്പോൾ ആ സമയത്താണ് അപ്പോൾ ആ ബൈബിളിനെ എതിർക്കണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ എതിർക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് യേശു എന്ന് പറയുന്ന ആ സെൻറ്റർ ഫിഗർ ഇല്ലേ, അതിനെ പൊളിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് എൻ്റെ എയ്ത്തീസത്തിലേക്കുള്ള പടിയിലേക്ക് ഞാൻ ചവിട്ടുകയാണ്. അത്രയും നാളും ഒരു 85% ആഗ്നോസ്റ്റിക് ആയിട്ട് നിന്ന് എന്നെ പതുക്കെ എയ്ത്തീസത്തിൻ്റെ ആ പടിവാതിക്കലേക്ക് കാലെടുത്ത് വെപ്പിക്കുന്ന ചിന്തയായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തുമായി ചേർന്നുകൊണ്ട് ഞങ്ങളൊരു പദ്ധതി ഇട്ടു. ഞങ്ങൾ ഒരു സെമിനാർ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ട് യേശുവിൻ്റെ ഹിസ്റ്റോറിസിറ്റിയെ
അദ്ദേഹത്തിൻ്റെ ചരിത്രപരതയെ എങ്ങനെ ഖണ്ഡിക്കാം, അതിനു വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം തുടങ്ങി. ഈ പറയുന്നത് പോലെ ഞങ്ങൾ നെറ്റിൽ നിന്നും ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സിൽ നിന്നും ഞങ്ങൾ യേശു ക്രിസ്തുവിനെതിരായിട്ടുള്ള തെളിവുകൾ ഞങ്ങൾ കളക്ട് ചെയ്തു. അങ്ങനെ യേശു ചരിത്ര പുരുഷനല്ല എങ്കിൽ ക്രിസ്ത്യാനിറ്റി ഇല്ല. അപ്പം യേശു ചരിത്ര പുരുഷനല്ല എങ്കിൽ യേശു പറഞ്ഞ കാര്യങ്ങളും തെറ്റാവും, അല്ലെങ്കിൽ അതില്ലാന്ന് വരും. യേശു ഒരുപാട് കാര്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തെറ്റാണെന്ന് നമുക്ക് വളരെ ഈസിയാണ്. യേശുവിനെ തകർത്താൽ, അല്ലെങ്കിൽ യേശു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിപ്രഭാവത്തെ ചരിത്രത്തിൽ നിന്നും നമുക്ക് എടുത്തു മാറ്റാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനിറ്റി ഇല്ല, ബൈബിളില്ല, 66 പുസ്തകങ്ങളില്ല, ഒന്നുമില്ല. പിന്നുള്ളത് ശൂന്യത മാത്രമാണ്. അങ്ങനെ യേശു ഇല്ല, യേശുവിൻ്റെ ഹിസ്റ്റോറിസിറ്റിയെ ചോദ്യം ചെയ്ത് മുമ്പോട്ട് ഇങ്ങനെ കാലെടുത്ത് വെക്കുകയാണ്, നിരീശ്വരവാദത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കും. ഇപ്പോഴും ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം തകരും. ഞാൻ എവിടെ നിന്നാണ്, എന്തിൽ നിന്നാണ് പറഞ്ഞു പൊക്കോണ്ടിരിക്കുന്നത് എന്നോർക്കുമ്പോൾ എനിക്കത് എൻ്റെ ഒരു തേങ്ങലോട് കൂടി അല്ലാതെ എനിക്ക് അത് മുഴുവിപ്പിക്കാൻ പറ്റത്തില്ല. ഹൃദയവേദനയോടുകൂടി അല്ലാതെ അവതരിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ എവിടെ നിന്നാണ് പറഞ്ഞു മാറുന്നത് എന്ന്. അന്ന് ആ വേദനയല്ല, ഒരുതരം വാശിയാണ്. ഇവർ ഈ പറയുന്നത് മുഴുവൻ കള്ളത്തിലാണ്, മനുഷ്യരെ പറ്റിക്കുക. മനുഷ്യന് യാതൊരു പ്രയോജനവുമില്ല, ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഇത് അപ്പോളിഷ് ചെയ്യണം, അങ്ങനൊരു ചിന്തയാണ് ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ക്രിസ്തു എന്നെ വിടാൻ തയ്യാറല്ലായിരുന്നു. അതാണ് എൻ്റെ സാക്ഷ്യം. അവൻ എന്നെ വിട്ടില്ല. ഈ മുടിയനായ പുത്രൻ നമ്മൾ വായിക്കുന്നതാണല്ലോ, പ്രോഡിഗൽ സൺ. ഇവൻ പോയിട്ട് തിരിച്ചു വരുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു പിതാവിനെ കുറിച്ച്, എന്നും വൈകുന്നേരം ആ വഴിയിലേക്ക് കണ്ണ് നട്ടിരിക്കുന്ന ഒരു പിതാവിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാനതാ, പോയിട്ട് തിരിച്ചു വന്നവനാ. പക്ഷെ എന്നെ എൻ്റെ കർത്താവ് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ഇപ്പം നിരീശ്വരവാദികളായിട്ടുള്ളവർക്ക് ദഹിക്കത്തില്ലായിരിക്കും. ഇതെൻ്റെ അനുഭവമാണ്. എനിക്ക് മനസ്സിലായി ഇത് മനസ്സിലാക്കേണ്ട രീതിയിലല്ല ഞാൻ മനസ്സിലാക്കിയത്. അതിനൊരു വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ട് കേട്ടോ. ഒരു ടേണിംഗ് പോയിന്റിൽ എനിക്ക് മനസ്സിലാകുന്നു, ഞാൻ മനസ്സിലാക്കിയ രീതിയിലല്ല ഇത് മനസ്സിലാക്കേണ്ടത്. ബൈബിളിലെ കോൺട്രഡിക്ഷൻസ് ഒക്കെ എടുത്ത് ഞാൻ എന്തുമാത്രം പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നറിയാം. അതെല്ലാം കളഞ്ഞു. തെറ്റാണെന്ന് എനിക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് ഞാൻ കളഞ്ഞത്. എന്തുമാത്രം പോസ്റ്റുകൾ ഞാൻ ഇട്ടു. ഇത് കോൺട്രഡിക്റ്റഡ് ആണ്. മത്തായി എഴുതുന്നതല്ല ലൂക്കോസ് എഴുതുന്നത്, ലൂക്കോസ് എഴുതുന്ന പോലെയല്ല മർക്കോസ് പറഞ്ഞിരിക്കുന്നു, മർക്കോസ് പറയുന്നതല്ല യോഹന്നാൻ പറയുന്നത്, ഇനി ഇവരൊന്നും പറഞ്ഞ കാര്യമല്ല പൗലോസ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് പൊട്ടത്തെറ്റാ ബൈബിള്. കാശിന് കൊള്ളാത്തൊരു പുസ്തകം, വിശ്വസിക്കാനേ കൊള്ളത്തില്ല. അപ്പുറത്താണെങ്കിലും മുഴുവനും കൊള്ളയും കൊലയും, കൊള്ള ചെയ്തുകൊണ്ട് പോവുക, സ്ത്രീകളെ പിടിച്ചുകൊണ്ട് വരിക, ശിശുക്കളെ പോലും കൊന്നു കളയണം, 10 ബാധ അയക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് കിടക്കുന്നത്. ദാവീദ് വെട്ടിക്കൊന്നാലും, ശമൂവേൽ വെട്ടിക്കൊന്നാലും, ഏലിയാവ് വെട്ടിക്കൊന്നാലും കൂടെ നിൽക്കുന്ന ദൈവം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. പിന്നെ ചില ദൈവത്തെക്കുറിച്ചുള്ള ചില ഡിസ്ക്രിപ്ഷൻസുകൾ വലിയ പ്രശ്നമായിരുന്നു. ഇരുട്ടിൽ വസിക്കുന്ന യഹോവ, പിന്നെന്താണ് അസൂയാലുവായ യഹോവ. ദൈവത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന പഴയ നിയമത്തിൽ അസൂയാലുവാണ്, ജലസാണ്. ഹീബ്രു വേർഡൊക്കെ നോക്കി അങ്ങനെയൊക്കെ തന്നെ കിടക്കുന്നത്. ജലസാണെന്ന് ദൈവത്തിന്. അങ്ങനെ ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ വായിച്ചാൽ എങ്ങനെ മനുഷ്യൻ തെറ്റിപ്പോകാതിരിക്കും? അതിനെ വ്യാഖ്യാനിച്ച് അതിനെ വലിയ സംഭവമായിട്ട് ഇപ്പറേ വന്ന് പറയുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ രസം. ഇതൊക്കെ വലിയ സംഭവമാണ്, ദൈവത്തിൻ്റെ നീതിയാണ് കൊല്ലുന്നത്. പാവപ്പെട്ട മനുഷ്യരെ കൊല്ലുന്നത്, ജനിച്ച ശിശുക്കളെ പോലും കൊല്ലുന്നത് ദൈവത്തിൻ്റെ നീതിയാണെന്നൊക്കെയാണ് പാസ്റ്റേഴ്സ് പഠിപ്പിക്കുന്നത്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ചോണം. അല്ലെങ്കിൽ അത് കുറച്ച് നാളത്തേക്ക് മാത്രം ദൈവം കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു ഈ കൊല്ലുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് പുത്രൻ്റെ ദേഹത്തേക്ക് കൊടുത്തപ്പോൾ, ശരീരത്തിൽ ഇട്ടങ്ങ് ദണ്ണിപ്പിച്ച് കൊല വിളിച്ചപ്പോൾ പിതാവായ ദൈവത്തിലെ യഹോവയായ ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള കോപവും കലിയും ദേഷ്യവും എല്ലാം അങ്ങ് മാറി. പണ്ട് ഈ ഹിന്ദു മിത്തോളജിയിൽ ഇതുപോലൊരു കഥയുണ്ട് എന്ന് പറഞ്ഞ പോലെ,
ദൈവത്തിൻ്റെ കോപവും ദൈവത്തിൻ്റെ ദേഷ്യവും മനുഷ്യരോടങ്ങ് സഹിക്കാൻ പറ്റാത്ത വൈരാഗ്യം യഹോവയ്ക്ക്. ഈ വൃത്തികേടുകളെല്ലാം കൂടി കണ്ടിട്ട് ദൈവത്തിന് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് അങ്ങ് ദേഷ്യം വരിക. അതുകൊണ്ട് ദൈവം ആ ദേഷ്യം എല്ലാം കൂടെ പുത്രനിലേക്ക് അങ്ങ് കൊടുത്തു. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? നിങ്ങൾ പറ, നിങ്ങളിങ്ങനല്ലേ പഠിച്ചിരിക്കുന്നത് സുവിശേഷത്തെക്കുറിച്ച്? അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനെ അങ്ങ് നശിപ്പിച്ചേക്കാം. അപ്പോൾ ആ നാശം മുഴുവൻ എനിക്ക് വരേണ്ടതായിരുന്നു. അതിൻ്റെ കർത്താവ് ആ നാശം മുഴുവൻ ഏറ്റെടുത്തപ്പോൾ എനിക്ക് സമാധാനമായി, ദൈവത്തിന് സമാധാനമായി. ഒന്ന് ക്ഷമിച്ചു വിടേണ്ട കാര്യമുള്ളൂ സർവശക്തന്. ചെയ്തില്ല. ഇതൊക്കെയല്ലേ നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾ? ഈ ചിന്തകളൊക്കെ വെച്ചുകൊണ്ട് എത്തീസത്തിൻ്റെ പടിവാതിൽക്കൽ ചെന്ന് മുട്ടിയിട്ട് തിരിച്ചു വന്നവനാണ് ഞാൻ. ഞാനാണ് നിങ്ങളോട് പറയുന്നത്, ക്രിസ്ത്യാനിറ്റിക്ക് ഒരു അന്തസത്തയുണ്ട്. ഞാൻ മനസ്സിലാക്കിയതോ നിങ്ങൾ മനസ്സിലാക്കിയതോ ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നതോ ഒന്നും നിങ്ങൾ അറിയേണ്ടതുപോലെ അറിയാത്ത സുവിശേഷമാണ്. മനുഷ്യൻ്റെ ചിന്തയിൽ നിന്ന്, വ്യാഖ്യാനങ്ങളിൽ നിന്ന് ഉരുവാക്കപ്പെട്ട വെറും എന്താ പറയുക, ദുർവ്യാഖ്യാനങ്ങൾ മാത്രമാണ് നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ലോകത്തിൽ ഇത്രയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മറ്റൊരു ദൈവമുണ്ടോ ബൈബിളിലെ ദൈവത്തെ പോലെ? ശിവനെക്കുറിച്ചോ വിഷ്ണുവിനെക്കുറിച്ചോ ബ്രഹ്മാവിനെക്കുറിച്ചോ അള്ളാഹയെക്കുറിച്ചോ ഒന്നുമില്ലാത്ത തെറ്റിദ്ധാരണകൾ, ഇത്രയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ദൈവം ബൈബിളിലെ ദൈവമാണ്. പഴയ നിയമം ആയിക്കോട്ടെ പുതിയ നിയമം ആയിക്കോട്ടെ, യേശുവിനെക്കുറിച്ച് യഹോവയെക്കുറിച്ചൊക്കെ എന്തും മാത്രം തെറ്റിദ്ധാരണകൾ. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ വെക്കുന്നത് പാസ്റ്റേഴ്സിലെ ഉപദേശിമാരുടെ ഷോൾഡറിലേ വെക്കത്തുള്ളൂ. അനാവശ്യമായിട്ടുള്ള മനസ്സിലാക്കാതെയുള്ള നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ എത്ര ആളുകളുടെ വിശ്വാസ ജീവിതത്തെ മുറിപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എത്രയോ വിശ്വാസി കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കിടന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ കാരണമായിട്ടുണ്ടെന്നറിയാമോ? നിങ്ങളുടെ ഈ ദുർവ്യാഖ്യാനം കാരണം. നിങ്ങൾ ഈ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവാണെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന വ്യാഖ്യാനങ്ങളും നിങ്ങൾ ഈ പറയുന്ന ഉപദേശങ്ങളും ഒക്കെ എത്ര പേരെ വിശ്വാസ ജീവിതത്തിൽ മുറിപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാമോ? അങ്ങനെ മുറിവ് കിട്ടിയവനാണ് ഞാൻ, മുറിഞ്ഞവനാണ് ഞാൻ. പക്ഷെ അവിടെ നിന്ന് ഒരു വെളിച്ചം ഹൃദയത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഇന്നും നിൽക്കുന്നത്. ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ഒരു യൂട്യൂബ് ചാനലിലൂടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് പറയാൻ അതെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അതുകൊണ്ട് ഈ തിരിച്ചുവരവ്, ക്രിസ്തുവിലേക്കുള്ള ഈ തിരിച്ചുവരവിന് വ്യക്തമായ ലക്ഷ്യബോധം ഇന്നുണ്ട് എനിക്ക്. ആ ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് ക്രിസ്ത്യൻ എസ്സർസ് എന്ന ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഈ ചാനലിലൂടെ ശക്തിയുക്തം ഇത്തരം കാര്യങ്ങൾ, ഇതിൻ്റെ എസൻസിനെ നിങ്ങളിലേക്ക് എത്തിക്കും. ടിൽ മൈ ലാസ്റ്റ് ബ്രത്ത്, അവസാന ശ്വാസം വരെയും. അതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറണം. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ തെറ്റിദ്ധാരണകൾ മാത്രമല്ല, നിരവധി ആളുകളുടെ തെറ്റിദ്ധാരണകളാണ്, നിരവധി ചെറുപ്പക്കാരുടെ തെറ്റിദ്ധാരണകളാണ്. സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന നിരവധി ചെറുപ്പക്കാരുടെ, വിശ്വാസികളുടെ തെറ്റിദ്ധാരണകളും അണ്ടർസ്റ്റാൻഡിങ്ങുകളും ഒക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ക്രിസ്തുവിലേക്കുള്ള ഈ വരവ് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് നമ്മൾ ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയ നിവാരണം വരുന്ന വീഡിയോകളിൽ ഞാൻ ചെയ്യും. നമ്മൾ ഒരുമിച്ച് അത് മനസ്സിലാക്കും. ആ മനസ്സിലാക്കലിലൂടെ ഒരു വലിയ സത്യത്തിലേക്ക് ഈ ദൈവവചനത്തിൻ്റെ വെളിച്ചം നിങ്ങളെ നയിക്കും. നിങ്ങൾ ഇന്നുവരെയും അറിഞ്ഞിട്ടില്ലാത്ത രീതിയിലുള്ള ദൈവീകമായ ആ നടത്തിപ്പിന്, ദൈവവചനത്തിലൂടെ ദൈവം ഉദ്ദേശിച്ചു വച്ചിരിക്കുന്ന മനുഷ്യകുലത്തെക്കുറിച്ച് ദൈവം കണ്ടുവച്ചിരിക്കുന്ന, ഹൃദയത്തിൽ ആഗ്രഹിച്ചു വച്ചിരിക്കുന്ന ആ വഴിയുണ്ടല്ലോ, ആ സഞ്ചാരമുണ്ടല്ലോ, അത് നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും. നിങ്ങൾ ഇന്നുവരെയും സ്നേഹിക്കാത്ത രീതിയിൽ ദൈവത്തെ സ്നേഹിക്കും. ഇന്നുവരെയും മനസ്സിലാക്കാത്ത രീതിയിൽ നിങ്ങൾ ബൈബിളിനെ മനസ്സിലാക്കും. ഇന്നുവരെയും ആഗ്രഹിച്ചിട്ടില്ലാത്ത രീതിയിൽ നിങ്ങളിത് വായിക്കുവാൻ തുടങ്ങും. അത്രയ്ക്ക് മനോഹരമാണ് ക്രിസ്ത്യാനിറ്റി, അത്രയ്ക്ക് മനോഹരമാണ് ക്രിസ്തീയത. അത് മുന്നോട്ട് വെക്കുന്ന ആശയം നമ്മളെ അത്ഭുതപ്പെടുത്തും. എന്താണ് ലോകത്തിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്താ ഇങ്ങനെ?
നമ്മളുടെ ജീവിതം എന്താ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്? നമ്മൾ ഇങ്ങനെ ജീവിക്കേണ്ടവരാണോ? ഇങ്ങനെ പോകേണ്ടവരാണോ? എന്താണ് ഈ പാപം എന്ന് പറഞ്ഞാൽ? ഇത് മാറ്റിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ വീണ്ടും ഇങ്ങനെ തന്നെ മുൻപോട്ട് പൊക്കോണ്ടിരിക്കുന്നത്? രോഗം എന്താ മാറാത്തത്? ശാപം എന്താ മാറാത്തത്? ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി ലോക ചരിത്രത്തെ, മനുഷ്യകുലത്തിൻ്റെ ചരിത്രത്തെ ഇതിലും വ്യക്തമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു പുസ്തകമേ ഇല്ല. പക്ഷെ അത് അറിയേണ്ടതുപോലെ അറിയണം. ഈ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയണം. എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, നിരീശ്വരവാദത്തിൽ നിന്ന് തിരിച്ചു വന്നവനാണ് ഞാൻ. ഈ പറയുന്ന നിങ്ങൾ ഏതൊരു നിരീശ്വരവാദിയും കടന്നുപോയിട്ടുള്ള മാനസികാവസ്ഥയിലൂടെ, ചോദ്യങ്ങളിലൂടെ, സംശയങ്ങളിലൂടെ, എതിർപ്പുകളിലൂടെ ഇത് എങ്ങനെ ഈ സംഭവത്തെ ഡിസ്പ്രൂവ് ചെയ്യാം, എങ്ങനെ ഇതിനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നിൽക്കണം ക്രിസ്ത്യാനിറ്റി, ഇത് കള്ളത്തരമാണെന്ന് ചിന്തിച്ചവനാ ഞാൻ. ഇത് മുഴുവനും ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറണം. ഒരു പ്രയോജനമില്ലാത്ത സാധനമാണ് ഈ ക്രിസ്ത്യാനിറ്റി. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കള്ളത്തരമാണ് എന്നൊക്കെ ചിന്തിച്ചവനായിരുന്നു ഞാൻ. പക്ഷെ അവിടെ നിന്ന് ക്രിസ്തു എന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഇതങ്ങനെ അല്ല എന്നുള്ള തിരിച്ചറിവ് തന്നതുകൊണ്ട് മാത്രമാണ്. അത് തിരിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. ആ തിരിച്ചറിവ് ഞാൻ നിങ്ങളിലേക്ക് പകരും. അങ്ങനെ പകരപ്പെടുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഇത് ഒരാൾക്ക് വേണ്ടിയുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാകുന്നത്. പ്രസംഗിച്ച് 10 പേരുടെ കയ്യടി മേടിക്കാനുള്ള വേദിയല്ല ക്രിസ്ത്യാനിറ്റി. ഒരാൾ പറയുന്ന വെളിപ്പാടിൻ്റെ അപ്പുറത്ത് കയറി മറ്റൊരാളൊരു വെളിപ്പാട് പറയുമ്പോൾ അയാളാണ് ഏറ്റവും വലിയ സംഭവമെന്ന് ചിന്തിക്കുന്നതുമല്ല ക്രിസ്ത്യാനിറ്റി. എനിക്ക് ചെയ്യാൻ കഴിയാത്തത് എനിക്ക് പകരമായി മറ്റൊരാൾ പൂരിപ്പിക്കുന്നത് കാണുമ്പോൾ, എനിക്ക് ഉപദേശിക്കുവാൻ കഴിയാത്ത ഒരു കാര്യത്തെ മറ്റൊരാൾ അതിലും മികച്ച രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ സന്തോഷിക്കുന്ന ഹൃദയമായിരിക്കണം യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ. കാരണം അവനപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ജോലി ഭാരം അത്രയും കുറഞ്ഞു. അവിടെയാണ് വളർച്ച ഉണ്ടാകുന്നത്, വളർത്താൻ പറ്റുന്നത്. അവിടെ അടിക്ക് സ്ഥാനമില്ല, വഴക്കിന് സ്ഥാനമില്ല, അധികാര വടംവലികൾക്ക് സ്ഥാനമില്ല. ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. മറ്റൊരു കാര്യമാണ് ഈ ജാതി, അല്ലേ? ഇപ്പൊ വിവിധ മതങ്ങളിൽ നിന്ന്, മതവിശ്വാസത്തിൽ നിന്ന്, ജാതിയിൽ നിന്നൊക്കെ നമ്മൾ ഇതിനകത്തൊക്കെ വന്നതാ. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്. ജാതി നോക്കുന്ന, മതം നോക്കുന്ന, കളറ് നോക്കുന്ന, വർഗം നോക്കുന്ന, വംശം നോക്കുന്ന എല്ലാ ചിന്തകളും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലില്ലേ? ഇതൊക്കെ എന്നെ അന്ന് ചിന്തിപ്പിച്ച കാര്യങ്ങളാ. ക്രിസ്തുവിൽ എല്ലാവരും ഒന്ന്. ഒരുവൻ ക്രിസ്തുവിലായാൽ, അല്ലെങ്കിൽ ക്രിസ്തുവിലാകുന്നവർക്ക് ആണെന്നോ പെണ്ണെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ യവനെന്നോ ബർബരനെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ഗലാത്യ ലേഖനം പറയുന്നതാ. എന്നിട്ട് എവിടെയാ ഒരുമ? ഒരു സഭയ്ക്കകത്ത് നിൽക്കുന്നവർക്ക് ഈ ഒരുമയുണ്ടോ? ഒരേ സഭയിൽ എല്ലാ ആഴ്ചകളിലും വന്ന് ആരാധിക്കുന്നവർക്ക് ഈ ഒരുമയുണ്ടോ? അതിനകത്ത് കൂട്ടങ്ങൾ ഉണ്ടാകുകയല്ലേ. 5 പേര് കൂടുന്നൊരു കൂട്ടം, 10 പേര് കൂടുന്നൊരു കൂട്ടം. അത് ജാതിയുടെ പേരിൽ കൂടുന്നു, നിറത്തിൻ്റെ പേരിൽ കൂടുന്നു, വിസിബിളായി നമ്മൾ കാണിക്കുന്നില്ല. മലയാളികൾക്കൊരു പ്രത്യേക കഴിവുണ്ടത്. നമ്മുടെ ഉള്ളിലുള്ളത് പുറത്ത് കാണിക്കാതെ അഭിനയിക്കാനുള്ള കഴിവ് മലയാളിക്കുണ്ട്. പിന്നെ വിശ്വാസിയാകുമ്പോൾ ആ ഒരു കഴിവ് വർദ്ധിക്കും. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. വിശ്വാസിയാകുമ്പോൾ കുറച്ചുകൂടെ വർദ്ധിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല എന്ന് കാണിക്കുമെങ്കിലും ഒരു കല്യാണം വരട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചടങ്ങുകൾ വരട്ടെ, അല്ലെങ്കിൽ അടുത്തിടപഴകുന്ന ഒരു അവസരം വരട്ടെ, തനി നിറം പുറത്തു വരും. അപ്പോൾ ക്രിസ്തു എവിടെ? ക്രിസ്തു ചെയ്ത പ്രവൃത്തി എവിടെ? ക്രിസ്തു എന്ന സുവിശേഷത്തിൻ്റെ പ്രാക്ടിക്കാലിറ്റി, പ്രായോഗികത എവിടെ? അപ്പോൾ എല്ലാവരും ജാതി നോക്കും, മതം നോക്കും, കളർ നോക്കും, വർഗം നോക്കും. അപ്പോൾ ക്രിസ്തുവിൽ ഒന്നല്ല. ഇതൊക്കെ എന്നെ അന്ന് ചിന്തിപ്പിച്ച കാര്യങ്ങളാ. ഇതൊക്കെ ബൈബിളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ, ഇത്ര കാര്യമായിട്ട് പറയുമ്പോൾ എന്തുകൊണ്ട് എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വാസികളിൽ ഇത് എന്തുകൊണ്ട് കാണുന്നില്ല? ആ ഫ്രൂട്ട് കാണുന്നില്ലല്ലോ, അല്ലേ? വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാമെന്നാണ് കർത്താവ് പറയുന്നത്. എന്നിട്ട് എവിടെ ഫലം? വരുന്നത് മുഴുവനും പൊട്ട് കായകളാ. പക്ഷേ അവിടെ നിന്ന് തിരിഞ്ഞ് യഥാർത്ഥത്തിൽ ഇതെന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ പിടികിട്ടി, ഇത് ദൈവത്തിൻ്റെ കുറ്റമോ ബൈബിളിൻ്റെ കുറ്റമോ ക്രിസ്തുവിൻ്റെ കുറ്റമോ അല്ല. പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായി പിടികിട്ടിയത് കൊണ്ടാണ്, മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരമൊരു ചാനൽ തുടങ്ങുവാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം. അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. പക്ഷെ അത് ഒരു നിമിഷം കൊണ്ടോ, ഒരു വീഡിയോ കൊണ്ടോ, 10 മണിക്കൂർ കൊണ്ടോ, 10 വർഷം കൊണ്ടോ എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല.
കാരണം ആദ്യം ഈ കള്ളത്തരങ്ങളൊന്ന് പൊളിക്കണമല്ലോ. ഈ നമ്മൾ കേട്ടുവച്ചിട്ടുള്ള ഈ അബദ്ധങ്ങളൊന്ന് പൊളിക്കണമല്ലോ. അതിൽ നിന്ന് നമുക്ക് ആദ്യം ഒരു മോചനം വേണ്ടേ? അതിനുശേഷം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ആ എസൻസ് നിങ്ങളിലേക്ക് ഈ ചാനലിലൂടെ എത്തിക്കും. അതുകൊണ്ട് ഒരിക്കൽ വിശ്വാസിയായിരുന്ന, അവിടെ നിന്നൊഴുകി നിരീശ്വരവാദത്തിലേക്ക് പോയ, അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ക്രിസ്തുവിലേക്ക് എത്തിയ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി തെറ്റിപ്പോവുക എന്ന് പറയുന്ന ഒരു ചിന്ത ഉദിക്കുന്നതേയില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, നമുക്കൊരുമിച്ച് ഇതൊന്ന് ധ്യാനിക്കാം. നമുക്കൊരുമിച്ച് ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള കള്ളനാണയങ്ങളെ പൊളിക്കുക എന്നുള്ളതാണ്. ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കള്ളത്തരം നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തന്നിട്ടുള്ള കോൺട്രഡിക്ഷൻസ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന, ദൈവത്തെ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്ന ചിന്തകളെയെല്ലാം ഒന്ന് മാറ്റി എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ഉദ്ദേശിച്ചതെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. എനിക്ക് മറ്റൊരു അജണ്ടകളുമില്ല. എനിക്കൊരു ഹിഡൻ അജണ്ടകളുമില്ല ഇതിൻ്റെ പിന്നിൽ. എന്തിനെയെങ്കിലും പ്രീണിപ്പിക്കണമെന്നോ, ആർക്കെങ്കിലും ആരെയെങ്കിലും ഫേവറബിളായിട്ട് അവർക്ക് വേണ്ടി നിൽക്കണമെന്നോ, എൻ്റെ പേര് തന്നെ ഉയർത്തണമെന്നോ, അങ്ങനെ ഒരു ഹിഡൻ അജണ്ടകളുമില്ല. ഇതിലൊരൊറ്റ അജണ്ട മാത്രമേ ഉള്ളൂ: ടു നോ ഗോഡ് ആസ് ഹീ റിയലി ഈസ്. അതാണ് നമ്മുടെ അജണ്ട. ദൈവം അവനായിരിക്കുന്നതെന്തോ ആ അവസ്ഥയിൽ അവനെ മനസ്സിലാക്കുക. ആ മനസ്സിലാക്കലാണ് നമ്മുടെ ജീവിതത്തെ നിറമുള്ളതാക്കി മാറ്റുന്നത്, നിറവുള്ളതാക്കി മാറ്റുന്നത്. നമുക്കതിലേക്ക് പോകാം. ഇതെൻ്റെ അനുഭവ സാക്ഷ്യം, എൻ്റെ ജീവിത സാക്ഷ്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇതിനെ നമ്മൾ ഒരു അറ്റത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ പഠിച്ച് പൊളിക്കേണ്ടത് പൊളിക്കുകയും പണിയേണ്ടതിനെ പണിഞ്ഞും കൊണ്ട് നമ്മൾ ഒരുമിച്ച് വളരും. അതുകൊണ്ട് കൂടെ കൂടുവാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ വേണ്ടിയുണ്ട്. ഈ ലോകത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. ഗോഡ് ബ്ലെസ് യു. ബൈ.